എല്ലാവർക്കും SJTutorialsന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചും ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിനെ കുറിച്ചും ബാലൻസ് ഷീറ്റിനെ കുറിച്ചുമാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. IFRSഉം IND AS 1ഉം കൺവേർജ് ചെയ്തിട്ടുള്ള കംപ്ലൈഡ് ചെയ്തിട്ടുള്ള കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നതിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കാൻ പോകുന്നത്. ഇതിൻ്റെ വിശദമായിട്ടുള്ള ഫോർമാറ്റ് ബാലൻസ് ഷീറ്റിൻ്റെയും ഫിനാൻഷ്യൽ പൊസിഷൻ്റെയും അഥവാ ബാലൻസ് ഷീറ്റിൻ്റെയും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെയും ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അതിൽ നിന്ന് നിങ്ങൾക്കത് ഡൗൺലോഡ് എടുക്കാവുന്നതാണ്. ഇതിൻ്റെ ക്വസ്റ്റ്യന് ഞാൻ അതിൽ ലിങ്കായിട്ട് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് അതിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഈ IFRSൻ്റെയും IND ASൻ്റെയും ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഇതുവരെ പഠിച്ചതിൽ നിന്നും വിഭിന്നമാണ് ഇതിൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നത്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിവിടെ ഇന്ന് കമ്പനിയുടെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ പലതുണ്ട്. ഒന്ന് സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ട്, അഥവാ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, പിന്നെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇക്വിറ്റി ഉണ്ട്, സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട്, അതേപോലെ തന്നെ നോട്ട്സ് ഉണ്ട്. നമ്മളിവിടെ വിശദീകരിക്കുന്നത് 3 കാര്യങ്ങളാണ്. ഒന്ന് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റായ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഫിനാൻഷ്യൽ പൊസിഷൻ അഥവാ ബാലൻസ് ഷീറ്റും സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് ഇൻകം സ്റ്റേറ്റ്മെൻറ്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതിൻ്റെ നോട്ട്സും എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നുള്ളതാണ്. നോട്ട്സ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ എഴുതുന്ന ഓരോന്നിൻ്റെയും എക്സ്പ്ലനേഷൻ താഴെ എഴുതി വെക്കണം. ഇതിന് വ്യക്തമായി പറയുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. അതായത് കമ്പനീസ് ആക്ട് 2013 പറയുന്ന ചില ഫോർമാറ്റ് ഉണ്ട്. ആ ഫോർമാറ്റ് അനുസരിച്ച് മാത്രമേ നമുക്കിത് ചെയ്യാൻ കഴിയുള്ളൂ. നമ്മൾ സാധാരണ ചെയ്യാറുള്ള പിന്നെ സോൾ പ്രൊപ്പറേറ്റർഷിപ്പിൻ്റെ കേസിൽ ചെയ്യാറുള്ള പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൻ്റെയും ബാലൻസ് ഷീറ്റിനെ പോലെയും അല്ല. ഇവിടെ എങ്ങനെ ചെയ്യണമെന്ന് അതിൻ്റെ ഫോർമാറ്റിൽ വളരെ വിശദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഫോർമാറ്റ് കാണാതെ പഠിക്കുക എന്ന് പറയുന്നതാണ് സ്റ്റുഡൻസിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും അധികം ചലഞ്ചായിട്ടുള്ള ഒരു കാര്യം. അത് വ്യക്തമാക്കി പഠിച്ചു കഴിഞ്ഞാൽ വളരെ ഈസിയാണ് താനും ഇത് ചെയ്യുന്നത് എന്നുള്ളത്. നമ്മൾ സാധാരണ ചെയ്യുന്ന എല്ലാ അഡീഷണൽ അഡ്ജസ്റ്റ്മെൻറ്റും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇതിലും ചെയ്യണം. പക്ഷേ ചെയ്യുന്നതിന് വ്യക്തമായ ഫോർമാറ്റ് അവിടെ പറയുന്നുണ്ട്. അത് ഇന്ന സ്ഥലത്ത് മാത്രമേ എഴുതാൻ പാടുള്ളൂ എന്ന് പറയുന്നുണ്ട്. അത് അവിടെ മാത്രമേ എഴുതാൻ പാടുള്ളൂ. നമ്മൾ എഴുതുന്നത് പോലെ സെയിൽസ് മറ്റുള്ളതുപോലെ വാക്കുകൾ എടുത്ത് എഴുതുന്നില്ല ഈ ഫോർമാറ്റിൽ. ഈ ഫോർമാറ്റിൽ പറയുന്ന ചില വാക്കുകളും ചില വേർഡ്സുകളും ഉണ്ട്, അത് തന്നെ എഴുതേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യാം? IND AS 1 ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് പ്രസൻറ്റ് ചെയ്യണമെന്ന് IFRS അനുസരിച്ച് പ്രസൻറ്റ് ചെയ്യണമെന്ന് പറയുന്നത്. IND AS 1 അതായത് ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് 1. ആദ്യം ഇന്ത്യൻ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ് IAS എന്നായിരുന്നു. അത് ഇന്റർനാഷണൽ ഫിനാൻസിംഗ് റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സ് IFRSുമായിട്ട് കൺവേർജ് ചെയ്തപ്പോൾ അത് IND AS 1 എന്നാക്കി. ഓക്കെ, IND AS 1 അതെടുത്ത് നോക്കിയാൽ മതി. അതിലെങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വിശദീകരിക്കുന്നത്. അതിൽ 2 കാര്യങ്ങളാണ് വിശദീകരിക്കുന്നത്: പ്രോഫിറ്റ് ആൻഡ് ലോസും ബാലൻസ് ഷീറ്റും അതിൻ്റെ നോട്ട്സ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക എന്നുള്ളതും. ഓക്കെ, അപ്പോൾ നമ്മളെ ബോർഡിൽ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ആ ക്വസ്റ്റ്യനിലേക്ക് നമുക്കൊന്ന് നോക്കാം. ഇതിൽ താഴെ തന്നെ അനു ലിമിറ്റഡിൻ്റെ 31/3/2019 ലെഡ്ജർ ബാലൻസ് ആണ് തന്നിട്ടുള്ളത്. അതിന്റെ ക്രെഡിറ്റ് ബാലൻസും ഉണ്ട്, ഡെബിറ്റ് ബാലൻസും ഉണ്ട്. ഓക്കെ, അതുപോലെ നോക്കുക. ക്രെഡിറ്റ് ബാലൻസ് ഡിബഞ്ചേഴ്സ്, ഇക്വിറ്റി ഷെയർസ് എത്ര എണ്ണാണെന്ന് പറയുന്നുണ്ട്. ജനറൽ റിസർവ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ആൻഡ് ലോസ് അക്കൗണ്ട് ഉണ്ട്, കഴിഞ്ഞ വർഷത്തെ ബാഡ് ഡെപ്റ്റ് പ്രൊവിഷൻ ഉണ്ട്, ലോൺ ഉണ്ട്, സൺട്രി ക്രെഡിറ്റേഴ്സ് ഉണ്ട്, സെയിൽസ് ഉണ്ട്. അതേപോലെ ഡെബിറ്റ് സൈഡിൽ ബിൽഡിംഗ്, പ്ലാന്റ്, ഗുഡ്വില്ല്, സ്റ്റോക്ക്, സൺട്രി ഡെപ്റ്റേഴ്സ്, ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്, ഇന്ററിം ഡിവിഡൻഡ് ഉണ്ട്, പ്രിലിമിനറി എക്സ്പെൻസ് ഉണ്ട്, പർച്ചേസ് ഉണ്ട്, വേജസ് ഉണ്ട്, സാലറി ഉണ്ട്, ബാഡ് ഡെപ്റ്റ് ഉണ്ട്, ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ട്. ഓക്കെ, ദെൻ അതിന്റെ അഡീഷണൽ ഇൻഫർമേഷൻ പറയുന്നുണ്ട്. സ്റ്റോക്ക് വാസ് അഥവാ ക്ലോസിംഗ് സ്റ്റോക്ക് അവിടെ തന്നിട്ടുണ്ട്. പ്ലാന്റിന്റെ മേലെ ഡിപ്രീസിയേഷൻ 15% കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ദെൻ പ്രിലിമിനറി എക്സ്പെൻസ് 5000 രൂപ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് 6 മാസത്തേക്ക് ഡ്യൂ ആണ് എന്ന് പറയുന്നുണ്ട്. ദെൻ പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ്, സൺട്രി ഡെപ്റ്റേഴ്സിന്റെ മേൽ 5% കൊടുക്കണമെന്ന് പറയുന്നുണ്ട്. ഇൻകം ടാക്സ് 50% പ്രൊവൈഡ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. ദെൻ ഒഴിവാക്കണം CDT, അതായത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്ന സംഗതി. CDT ഓക്കെ, കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് എന്ന് പറയുന്ന സംഗതി ഒഴിവാക്കണം എന്നും പറയുന്നുണ്ട്. ഓക്കെ, ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റും വരക്കുക എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഓക്കെ, ഇതിൽ നമ്മൾ നോക്കിയാൽ ഏതൊക്കെയാണ് ബാലൻസ് ഷീറ്റിലേക്ക് പോകുന്നത്, ഏതൊക്കെയാണ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് പോകുന്നത് നമുക്കറിയാം.
നമ്മൾ താഴ്ന്ന ക്ലാസ്സുകളിലൊക്കെ പഠിച്ചു വന്നതാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇത് എഴുതേണ്ട രീതി വേറെയാണ്. നമ്മൾ സാധാരണ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതും, പർച്ചേസ് ചെയ്തും, ദെൻ ഏതെങ്കിലും ഡയറക്റ്റ് ഇൻകം ഡയറക്റ്റ് എക്സ്പെൻസ് ഉണ്ടെങ്കിൽ അത് എഴുതും, ക്യാരിയേജ് ഇൻവേർഡ് അങ്ങനത്തെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ എഴുതും. ദെൻ ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ എന്ത് എഴുതും, സെയിൽസ് എഴുതും, ക്ലോസിംഗ് സ്റ്റോക്ക് എഴുതും. എന്നിട്ട് നമ്മൾ ഗ്രോസ് പ്രോഫിറ്റ് കാണും, ഗ്രോസ് പ്രോഫിറ്റിന് പിന്നെ ക്രെഡിറ്റ് സൈഡിലേക്ക് എടുത്തെഴുതും. എന്നിട്ട് ഡെബിറ്റ് സൈഡിൽ മുഴുവൻ എക്സ്പെൻസും ക്രെഡിറ്റ് സൈഡിൽ ഇൻഡയറക്റ്റ് ഇൻകം ഒക്കെ എഴുതിയിട്ട് നെറ്റ് പ്രോഫിറ്റ് കാണുന്ന രീതിയായിരുന്നു ഉണ്ടായിരുന്നത് സാധാരണഗതിയിൽ കമ്പനിയുടേത്. പക്ഷേ IFRS കൺവേർജൻസ് വന്നതോടുകൂടി ഇതിൻ്റെ ഫോർമാറ്റിൽ ചില വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ ഇതിൽ വീഡിയോയിലൂടെ കൂടി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്നതിനെ കുറിച്ച് നോക്കാം. അത് നമുക്ക് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നോക്കാം. സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ഓർ ലോസ് ഫോർ ദി ഇയർ എൻഡഡ് 31/3/2019 ഉള്ളതാണ് പ്രിപ്പയർ ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്. ഇത് ആരുടേതാണ്? അതിൽ പറയേണ്ട അനു ലിമിറ്റഡിൻ്റെതാണ്. അപ്പോൾ മുകളിൽ നമ്മൾ എന്ത് ചെയ്യുക, അനു ലിമിറ്റഡ് എന്ന് എഴുതി വെക്കുക. ഓക്കെ, എന്നിട്ട് നമ്മളിതിനെ വരക്കുമ്പോൾ പ്രീവിയസ് ഇയറിൽ ഫിഗർ എഴുതാനുള്ള ഒരു കോളം വേണം. ഇതിൽ ഈ ക്വസ്റ്റ്യനിൽ പ്രീവിയസ് ഇയറിലെ ഫിഗർ തന്നിട്ടില്ല. 31/3/2019 ഫിഗർ മാത്രമേ തന്നു, 2018 ഫിഗർ തന്നിട്ടില്ല. അങ്ങനെയുണ്ടെങ്കിൽ ഓരോ ഐറ്റത്തിൻ്റെ ഫിഗർ തന്നിട്ടുണ്ടെങ്കിൽ അത് എഴുതാനുള്ള ഒരു കോളം വേണം. ഈ വർഷത്തെ ഫിഗർ എഴുതാനുള്ള കോളം വേണം. നോട്ട്സ് എഴുതാനുള്ള കോളം വേണം. നോട്ട് എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതുന്നത് അതിൻ്റെ നെറ്റ് എമൗണ്ട് എടുത്ത് എഴുതാൻ പാടുള്ളൂ. അതെങ്ങനെയാണ് ചെയ്തത് എന്ന് നോട്ട്സിലാണ് കാണിക്കേണ്ടത്. ഇപ്പോൾ പർച്ചേസ് എന്ന് ഇവിടെ എഴുതാൻ പാടില്ല, അതിന് എഴുതേണ്ട പകരം വേറൊരു വാക്കാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോട്ട്സിൽ എഴുതിയതിന് ശേഷം മാത്രമേ അത് ഇങ്ങോട്ട് എടുത്ത് എഴുതാൻ പാടുള്ളൂ. ഓക്കെ, ദെൻ ഇങ്ങനെയാണ് അതിൻ്റെ ഇത് പർട്ടിക്കുലേഴ്സ്, നോട്ട് നമ്പർ, ദെൻ ഫിഗേഴ്സ്, എമൗണ്ട് ആസ് ഓൺ 31/3/2019. അടുത്ത കോളത്തിൽ ഫിഗേഴ്സ് ആസ് ഓൺ കഴിഞ്ഞ വർഷത്തെ 31/3/2018. ഇവിടെ 31/3/2018 രണ്ട് കാര്യങ്ങൾ, 1/4/2018 രണ്ട് കാര്യങ്ങൾ തന്നിട്ടുണ്ട്. പക്ഷെ അത് എഴുതരുത് കേട്ടോ, അത് പിന്നെ നമ്മൾ ചെയ്യുന്നത് വേറെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ്. ഓക്കെ, ദെൻ പർട്ടിക്കുലേഴ്സിൻ്റെ കോളത്തിലേക്ക് നമുക്ക് പോവാം. ആദ്യം എഴുതേണ്ടത്, ഇതിൻ്റെ ഫോർമാറ്റാണ് പറയുന്നത്, ആദ്യം എഴുതേണ്ടത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നാണ്. ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ എന്നാണ്. റവന്യൂ ഫ്രം ഓപ്പറേഷൻ, ആ ഫേമിൻ്റെ ഓപ്പറേഷൻ എന്താണോ അതിൽ നിന്നും കിട്ടിയ വരുമാനമാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, ഒരു ഫേം സെയിൽസ് ആണെങ്കിൽ സെയിൽസിൽ നിന്നായിരിക്കും അതിൻ്റെ റവന്യൂ വരുന്നത്. അതായത് ഡയറക്റ്റ് ഇൻകം എന്താണ്, ആ ഫേമിൻ്റെ ഡയറക്റ്റ് ഇൻകം എന്താണ്, അതാണ് അവിടെ എഴുതേണ്ടത്. സർവീസ് കൊടുക്കുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ സർവീസ് ആയിരിക്കും, ബാങ്കിങ് സർവീസ് ആണെങ്കിൽ ഇൻട്രസ്റ്റ് ആയിരിക്കും അതിൻ്റെ മെയിൻ ആയിട്ടുള്ള എന്ത് ഇൻകം വരുമാനം. അതേപോലെ ഇവിടെ നമ്മുടെ ഫേം സെയിൽസ് നടത്തിയിട്ടാണ് വരുമാനം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് സെയിൽസിൽ നിന്നുള്ളതാണ് അവിടെ നമ്മൾ എഴുതേണ്ടത്. 41,50,000 41,50,000 എന്നാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണ്, റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ നിന്നും സെയിൽസിൽ നിന്നും എക്സൈസ് ഡ്യൂട്ടി ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ടെങ്കിൽ ആ എക്സൈസ് ഡ്യൂട്ടി കുറച്ചതിന് ശേഷമുള്ളതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. എക്സൈസ് ഡ്യൂട്ടി കുറച്ചതിന് ശേഷമുള്ളതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ഓക്കെ, ഇവിടെ എക്സൈസ് ഡ്യൂട്ടി കുറച്ചിട്ട്, എക്സൈസ് ഡ്യൂട്ടി ഒന്നും ക്വസ്റ്റ്യനിലില്ല, അത് കുറച്ചിട്ടാണ് നിങ്ങൾ എഴുതേണ്ടത്. ഓക്കെ, ഇതാണ് റവന്യൂ ഫ്രം ഓപ്പറേഷൻ. സെയിൽസിൽ നിന്നും എന്തെങ്കിലും എക്സൈസ് ഡ്യൂട്ടി ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് എഴുതണം. സർവീസ് ഇൻഡസ്ട്രി ആണെങ്കിൽ സർവീസിൽ നിന്നുള്ള വരുമാനം, ബാങ്കിങ് സർവീസ് ഒക്കെ ആണെങ്കിൽ ഇൻട്രസ്റ്റ് അങ്ങനെയൊക്കെ കിട്ടുന്ന വരുമാനം, അതാണ് നിങ്ങൾ ഇവിടെ എഴുതേണ്ടത്. ഓക്കെ, അതിന് നെറ്റ് എമൗണ്ട് ഇവിടെ കാണിക്കാൻ പാടുള്ളൂ, അവിടെ നമ്മൾ സെയിൽസ് എന്ന് പറഞ്ഞ് കാണിക്കാൻ പാടില്ല. ദെൻ രണ്ടാമത് എഴുതേണ്ടത് അതർ ഇൻകം ആണ്. അതർ ഇൻകം മറ്റെന്തെങ്കിലും ഇൻഡയറക്റ്റ് ഇൻകം ഉണ്ടെങ്കിൽ, നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ, വേറെ ഏതെങ്കിലും നോൺ ഓപ്പറേറ്റിംഗ് ഇൻകം ഉണ്ടെങ്കിൽ അത് അവിടെ കാണിക്കണം. അഥവാ ഇൻട്രസ്റ്റ് റിസീവ് ചെയ്യുകയോ, ഡിബഞ്ചറിന് ഇൻട്രസ്റ്റ് കിട്ടുകയോ, അല്ലെങ്കിൽ കമ്മീഷൻ കിട്ടുകയോ, ഇങ്ങനെ ഉള്ള കാര്യങ്ങൾ എഴുതേണ്ട സ്ഥലമാണ് അത് ഏത് അതർ ഇൻകത്തിൽ എഴുതേണ്ടത്. എന്തെങ്കിലും ഇൻട്രസ്റ്റ് ഇൻകം കിട്ടുകയോ, ഡിബഞ്ചറിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് കിട്ടുകയോ, റെന്റ് കിട്ടുകയോ, കമ്മീഷൻ കമ്പനിക്ക് കിട്ടുകയോ ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് ഇവിടെ എഴുതേണ്ടത്. അങ്ങനത്തെ അതർ ഇൻകം ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. അതർ ഇൻകം ഒറ്റൊന്നും ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടില്ല. ഇല്ലല്ലോ, ഇവിടെ എവിടെയും അതർ ഇൻകം ഇല്ല. ഡെബിറ്റ് സൈഡിൽ ഒരു അതർ ഇൻകവും ഇല്ല.
ഓക്കെ, വേജസും സാലറിയൊക്കെ എഴുതേണ്ടത് വേറെത്താണ്. ഓക്കെ, വേറെ സൈഡിലാണ് എഴുതേണ്ടത്. അപ്പോൾ വേറെ വേജസും സാലറിയൊക്കെ എക്സ്പെൻസ് ആണ്. സോറി, അതർ ഇൻകം വേറെ ഒന്നും എവിടെയും ഇല്ല. അപ്പോൾ നമ്മൾ അതവിടെ ഇല്ല. ദെൻ നെക്സ്റ്റ്, ഇതിൻ്റെ ടോട്ടൽ റവന്യൂ കൂട്ടി വെക്കാം. പിന്നെ ചെയ്യേണ്ടത് എന്താണ്? ഈ കോളത്തിൽ ടോട്ടൽ റവന്യൂ കൂട്ടി വെക്കുക. ടോട്ടൽ റവന്യൂ എത്ര വരും? 41,50,000 എന്ന് വരും. 41,50,000. ഓക്കെ, ദെൻ രണ്ടാമത് നിങ്ങൾ ചെയ്യേണ്ടത് എക്സ്പെൻസസ് ആണ്. എന്ത് എഴുതണം? എക്സ്പെൻസസ് എഴുതണം. ഓക്കെ, എക്സ്പെൻസസിൽ ഓരോന്നായിട്ട് നമുക്ക് എഴുതാം. എക്സ്പെൻസസ് എഴുതുന്നതിലും ചില കാര്യങ്ങൾ പറയുന്നുണ്ട്, എങ്ങനെയാണ് എഴുതേണ്ടത് എന്നതിനെ കുറിച്ച് പറയുന്നുണ്ട്. ആദ്യം എഴുതേണ്ടത് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ്. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ. ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ഒരു ഇക്വേഷൻ എടുക്കുന്നുണ്ട്. ഓപ്പണിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ പ്ലസ് പർച്ചേസ് ഓഫ് മെറ്റീരിയൽ മൈനസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് മെറ്റീരിയൽ. ഇത് മാനുഫാക്ചറിങ് ഓർഗനൈസേഷനെ സംബന്ധിച്ചിടത്തോളം എഴുതാനുള്ളതാണ്. നമ്മൾ ഓർഗനൈസേഷൻ ഒരു മാനുഫാക്ചറിങ് ഓർഗനൈസേഷൻ അല്ല. കാരണം എന്താ? സ്റ്റോക്ക് വാങ്ങി വിൽക്കുന്ന ഒരു കട മാത്രമാണ്. സ്റ്റോക്ക് ഇൻ ട്രേഡ്. കണ്ട, സ്റ്റോക്ക് എന്ന് പറഞ്ഞ് കാണുന്നുണ്ട്. സ്റ്റോക്ക് ഇൻ ട്രേഡ്. സ്റ്റോക്ക് വാങ്ങിയിട്ട് അത് ട്രേഡ് ചെയ്യുന്ന കമ്പനിയാണ്. അപ്പോൾ നമുക്കിവിടെ എന്തില്ല? കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എന്ന് പറയും. ഈ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് വരുന്നത് എപ്പോഴാണ്? മാനുഫാക്ചർ ചെയ്യുന്ന സമയത്താണ്. നമ്മുടെ ഫേം മാനുഫാക്ചറിങ് ഫേം അല്ല. കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? ഓപ്പണിംഗ് സ്റ്റോക്ക് അല്ല കേട്ടോ, ഓപ്പണിംഗ് മെറ്റീരിയൽ കൺസ്യൂംഡ് പ്ലസ് പർച്ചേസസ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂംഡ് മൈനസ് ക്ലോസിംഗ് മെറ്റീരിയൽ കൺസ്യൂംഡ് ആണ് ഇത്. ക്ലോസിംഗ് മെറ്റീരിയൽ കൺസ്യൂംഡ് അത് ഇവിടെ ഇല്ല. അപ്പൊ നമ്മൾ അത് എഴുതേണ്ട ആവശ്യം ഇല്ല. ഓക്കെ, ദെൻ രണ്ടാമത്തത് എഴുതേണ്ടത് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് ഇവിടെ ഉള്ളത്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ആണ് ഇവിടെ ഉള്ളത്. പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ് ഇവിടെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. പർച്ചേസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട് 18,50,000. അത് തന്നെയാണ് പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. 18,50,000. ഓക്കെ, 18,50,000 പർച്ചേസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്. ദെൻ നിങ്ങൾ അടുത്തത് നിങ്ങൾ എഴുതേണ്ടത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ഓഫ് ഫിനിഷ്ഡ് ഗുഡ്സ് ആണ്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ആണ് നിങ്ങൾ ഇനി എഴുതേണ്ടത്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. ഇത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. അടുത്തത് എഴുതേണ്ടത് ചേഞ്ചസ് ഇൻ ഇൻവെന്ററി ആണ്. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലോസിംഗ് സ്റ്റോക്കും ഓപ്പണിംഗ് സ്റ്റോക്കും കൂടി കമ്പയർ ചെയ്യാം. ക്ലോസിംഗ് സ്റ്റോക്ക് വലുതും ഓപ്പണിംഗ് സ്റ്റോക്ക് ചെറുതുമാണെങ്കിൽ ഫിഗർ നെഗറ്റീവായിട്ട്, അതിന്റെ വ്യത്യാസം നെഗറ്റീവായിട്ട് എഴുതാം. എന്താ ചെയ്യേണ്ടത്? ചേഞ്ചസ് ഇൻ സ്റ്റോക്കിൽ ക്ലോസിംഗ് സ്റ്റോക്കും പിന്നെ ഓപ്പണിംഗ് സ്റ്റോക്കും കൂടി എന്ത് ചെയ്യാം? കമ്പയർ ചെയ്യാം. ഓപ്പണിംഗ് സ്റ്റോക്കും കൂടി കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ ക്ലോസിംഗ് സ്റ്റോക്ക് വലുതും ഓപ്പണിംഗ് സ്റ്റോക്ക് ചെറുതുമാണെങ്കിൽ അത് നെഗറ്റീവ് ഫിഗർ ആക്കിയിട്ട് എഴുതാം. അതിന്റെ വ്യത്യാസം എന്ത് ചെയ്യാം? നെഗറ്റീവ് ഫിഗർ ആക്കിയിട്ട് എമൗണ്ടിൽ എഴുതാം. ഓക്കെ, അല്ല ക്ലോസിംഗ് സ്റ്റോക്ക് ചെറുതും ഓപ്പണിംഗ് സ്റ്റോക്ക് വലുതുമാണെങ്കിൽ അത് ഫിഗറിനെ, ആ ഡിഫറൻസിനെ പോസിറ്റീവ് ഫിഗർ ആയിട്ട് എമൗണ്ട് കോളത്തിലേക്ക് എഴുതാം. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ ചേഞ്ച് ഇൻ ഇൻവെന്ററി നോക്കാം. ചേഞ്ച് ഇൻ ഇൻവെന്ററിയിൽ ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയാണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ഇതാ ഇവിടെ തന്നിട്ടുണ്ട് 9,50,000 എന്ന് തന്നിട്ടുണ്ട് ക്ലോസിംഗ് സ്റ്റോക്ക്. ദെൻ ഓപ്പണിംഗ് സ്റ്റോക്ക് ഇതാ ഇവിടെ തന്നിട്ടുണ്ടാവും. സ്റ്റോക്ക് ഓൺ എന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ടാവും. സ്റ്റോക്ക് ഇതാ പിന്നെ എത്രയാ തന്നിട്ടുള്ളത്? 7,50,000 എന്ന് തന്നിട്ടുണ്ട്. 7,50,000. അപ്പൊ ഏതാണ് ഇവിടെ വലുത്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് വലുത്. ക്ലോസിംഗ് സ്റ്റോക്ക് എത്രയുണ്ട്? 9,50,000. ഓപ്പണിംഗ് സ്റ്റോക്ക് 7,50,000 തന്നിട്ടുണ്ട്. അപ്പൊ എത്രയുണ്ട്? 2 ലക്ഷം ഉണ്ട്. വ്യത്യാസം 2 ലക്ഷമാണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് ഇവിടെ വലുത്. ക്ലോസിംഗ് സ്റ്റോക്ക് വലുതായത് കൊണ്ട് എന്ത് ചെയ്യണം? അതിന്റെ വ്യത്യാസം നെഗറ്റീവ് ഫിഗർ ആയിട്ട് എഴുതണം. അപ്പൊ വ്യത്യാസം എന്തായിട്ട് എഴുതണം? നെഗറ്റീവ് ഫിഗർ. എത്രയാ വ്യത്യാസം ഉള്ളത്? 2 lakh. ഓക്കെ, പറഞ്ഞ് മനസ്സിലായല്ലോ? ഓപ്പണിംഗ് സ്റ്റോക്കും ക്ലോസിംഗ് സ്റ്റോക്കും തമ്മിൽ ഡിഫറൻസ് കാണുക. ഡിഫറൻസ് കണ്ടിട്ട് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ് വലുതെങ്കിൽ നിങ്ങൾ നെഗറ്റീവ് ഫിഗർ ആക്കി എഴുതുക. ക്ലോസിംഗ് സ്റ്റോക്ക് ചെറുതാണെങ്കിൽ നിങ്ങൾ അത് പോസിറ്റീവ് ഫിഗർ ആക്കി എഴുതുക. ഇവിടെ ഓപ്പണിംഗ് സ്റ്റോക്ക് ക്ലോസിംഗ് സ്റ്റോക്ക് ഓപ്പണിംഗ് സ്റ്റോക്കിനേക്കാളും വലുതാണ്. അപ്പോൾ വ്യത്യാസം 2 ലക്ഷം എന്ന് പറയുന്നത് നെഗറ്റീവ് ഫിഗർ ആക്കി. നെഗറ്റീവ് ഫിഗർ ആക്കുന്നതിന് വേണ്ടി അതിന് നമ്മൾ ബ്രാക്കറ്റിൻ്റെ ഉള്ളിൽ എഴുതുകയും ചെയ്തു. ഓക്കെ, ദെൻ നെക്സ്റ്റ്
ചേഞ്ചസ് ഇൻ ഇൻവെന്ററി. ചേഞ്ചസ് ഇൻ ഇൻവെന്ററി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ എഴുതേണ്ടത് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ്. പിന്നെ നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് ആണ് ഇവിടെ എഴുതേണ്ടത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? എംപ്ലോയീസിന് കൊടുക്കുന്ന സാലറി, വേജസ്, അതുപോലെ എംപ്ലോയീസിന് എന്തെങ്കിലും ബെനിഫിറ്റുകൾ കൊടുക്കുന്നുണ്ടോ? ടെമ്പററി ആയിട്ട് അയാൾ ടെർമിനേറ്റ് ചെയ്ത് പോകുമ്പോൾ അയാൾക്ക് കൊടുക്കുന്ന എന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും ബെനിഫിറ്റുകൾ എംപ്ലോയീസിന് വേണ്ടി കൊടുക്കുന്നുണ്ടോ? അതാണ് ഇവിടെ എഴുതേണ്ടത്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. നല്ലോണം ശ്രദ്ധിക്കണം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ വേറെ പലതും ഉണ്ട്, അതൊന്നും എഴുതി വെക്കുകയും ചെയ്യരുത്. ഓക്കെ, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ്. ഇവിടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൽ ഏതൊക്കെയുണ്ട്? സാലറി ഉണ്ട്, വേജസ് ഉണ്ട്. വേറെ ഏതെങ്കിലും പിന്നെ എക്സ്പെൻസ് സൈഡിൽ വേറെ ഏതെങ്കിലും ഉണ്ടോ? എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഡെബിറ്റ് സൈഡൊക്കെ എക്സ്പെൻസ് സൈഡാണ്. ഓക്കെ, ഉണ്ടോ? ഇല്ല. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ? പിന്നെ പിന്നെ ഔട്ട്സ്റ്റാൻഡിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതും എഴുതണം. അങ്ങനെയുള്ളതും ഇല്ല. അപ്പൊ നമുക്കിത് നോട്ട് നമ്പർ 1 എന്ന് പറഞ്ഞ് എഴുതാം. കാരണം 2 ഉണ്ട്. അപ്പൊ നമുക്കത് എന്ത് ചെയ്യാം? പിന്നെ നോട്ട് എന്ന് പറഞ്ഞിട്ട് അതിന്റെ പ്രിപ്പയർ ചെയ്തിട്ട് ഇവിടെ കാണിക്കാം. എങ്ങനെ? 1 എന്താ? നോട്ട് നമ്പർ 1 എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. എന്തൊക്കെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ഉള്ളത്? ഒന്ന് വേജസ്, മറ്റൊന്ന് സാലറി. ഇനി വേജസ് ഔട്ട്സ്റ്റാൻഡിംഗ് എന്നോ സാലറി ഔട്ട്സ്റ്റാൻഡിംഗ് ഒന്നോ ഉണ്ടെങ്കിൽ അതിന്റെ കൂടി ആഡ് ചെയ്യണം കേട്ടോ. അങ്ങനെ ഒന്നുമില്ല. അപ്പൊ വേജസ് എത്രയാണ് തന്നിട്ടുള്ളത്? 9,79,800 ഉണ്ട്. 9,79,800 എന്നുണ്ട്. ദെൻ സാലറി എത്രയുണ്ട്? 2,70,70,600 എന്നുണ്ട്. അത് രണ്ടും കൂടി കൂട്ടുമ്പോൾ എത്ര കിട്ടും? 12,50,400 എന്ന് കിട്ടും. 12,50,400 എന്ന് കിട്ടും. ഈ 12,50,400 ആ നെറ്റ് എമൗണ്ട് ആണ് നിങ്ങൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് എന്ന് പറഞ്ഞു. ഇവിടെ 1 എന്ന് എഴുതിയിട്ടുണ്ട് നോട്ട് നമ്പർ. ആ നോട്ട് നമ്പർ ഇവിടെ എടുത്ത് എഴുതിയിട്ടുണ്ട്. എത്രയുണ്ടും? 12,50,400 എന്ന് കിട്ടും. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്. ദെൻ നിങ്ങൾ എഴുതേണ്ടത് ഫിനാൻസ് കോസ്റ്റ് ആണ്. നിങ്ങൾ പിന്നെ എഴുതേണ്ടത് ഫിനാൻസ് കോസ്റ്റ്. അടുത്തത് എഴുതേണ്ടത് എന്താണ്? എക്സ്പെൻസിൽ ഫിനാൻസ് കോസ്റ്റ് ആണ്. ഫിനാൻസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ ലോൺ എടുത്തതിന്റെ ഇൻട്രസ്റ്റ്, ഡിബഞ്ചറുകൾക്ക് ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇൻട്രസ്റ്റ്, അതേപോലെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെന്റ് ആരെങ്കിലും ഇങ്ങോട്ട് ചെയ്തിട്ട് അതിന് പകരം കൊടുക്കേണ്ട ഇൻട്രസ്റ്റോ മറ്റുള്ള കാര്യങ്ങളോ ആണ് നമ്മൾ ഫിനാൻസ് കോസ്റ്റിൽ ഉൾപ്പെടുത്തുക. ഓക്കെ, അത് നമുക്കിവിടെ ഫിനാൻസ് കോസ്റ്റ് എന്തൊക്കെയാണ്? നമ്മളെ ക്വസ്റ്റ്യനിൽ ഫിനാൻസ് കോസ്റ്റ് എന്തൊക്കെയുണ്ട് ഇവിടെ പറയുന്നുണ്ട്. പോയിട്ട് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉണ്ട്. ഡിബഞ്ചറിന് മേലെ ഇൻട്രസ്റ്റ് കൊടുക്കണം. ഫിനാൻസ് കോസ്റ്റിൽ എഴുതാം. അതിനെക്കുറിച്ചൊരു ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ഫോർ 6 months, 6 മാസത്തേക്ക് ഡ്യൂ ആയിട്ടുണ്ട്. അതായത് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ? ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട് 6 മാസത്ത്. അപ്പൊ ഫിനാൻസ് കോസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്കത് എഴുതാം. ഫിനാൻസ് കോസ്റ്റ് 2 എന്ന് എഴുതാം. പിന്നെ എക്സ്പ്ലനേഷൻ നോട്ടിൽ 2 എന്ന് എഴുതാം. എന്നിട്ട് നമുക്കത് താഴേക്ക് നോക്കാം വീണ്ടും. എന്നിട്ട് ഇവിടെ നോട്ടിൽ 2 എന്ന് എഴുതാം. എന്നിട്ട് താഴെ എഴുതുന്നത് ഡിബഞ്ചർ ഫിനാൻസ് കോസ്റ്റ്. ഫിനാൻസ് കോസ്റ്റ്. ഓക്കെ, ഫിനാൻസ് കോസ്റ്റ് എന്ന് എഴുതാം. എന്നിട്ട് ഫിനാൻസ് കോസ്റ്റിൽ ആദ്യം എഴുതേണ്ടത് എന്താണ്? നമുക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് മാത്രമേ ഉള്ളൂ. ലോണിന്റെ മേലുള്ള ഇൻട്രസ്റ്റ് ഒന്നുമില്ല. ലോൺ എന്ന് പറഞ്ഞ എമൗണ്ട് അവിടെ ഉണ്ട്, പക്ഷെ അതിന്റെ മേലിൽ ഇൻട്രസ്റ്റ് ഒന്നും എഴുതിയിട്ടില്ല. ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. എന്താ ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉള്ളത്? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഉള്ളത് ക്വസ്റ്റ്യനിൽ ഇവിടെ ഉണ്ട്. എത്രയുണ്ട് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്? 1,80,000. 1,80,000. ഇനി അതിനോട് കൂടി നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. ആഡ് ഔട്ട്സ്റ്റാൻഡിങ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ്. എത്ര മാസത്തേക്കാണ് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞത്? 6 മാസത്തേക്കാണ്. ഇവിടെ പറയുന്നുണ്ട് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ഫോർ 6 months. 6 മാസത്തേക്ക് ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഡ്യൂ ആയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, ഔട്ട്സ്റ്റാൻഡിങ് ആയിട്ടുണ്ട്. അപ്പൊ ഈ 6 മാസം എവിടെ നിന്നാ കിട്ടുക? അപ്പൊ നമ്മൾ നോക്കുക 1,80,000. ഡിബഞ്ചറിന്റെ മേലിൽ 12% ഡിബഞ്ചറാണ്. അങ്ങനെ എത്രയുണ്ട്? 30 ലക്ഷം ഡിബഞ്ചർ ഉണ്ട്. 30 ലക്ഷം ഡിബഞ്ചറിന്റെ മേലിൽ ശരിക്കും 12% എന്ന് പറഞ്ഞാൽ എത്ര വരും? 36 ലക്ഷം അല്ല 3,60,000 എന്ന് വരും. 30 ലക്ഷത്തിന്റെ 12% എന്ന് പറഞ്ഞാൽ എത്ര വരും? 3,60,000.
3,60,000 എത്ര ഡിബഞ്ചർ ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളൂ? 1,80,000 കൊടുത്തിട്ടുള്ളൂ. അപ്പൊ ഇനി എത്ര ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്? 1,80,000 ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ട്. എത്ര കൊടുക്കാനുണ്ട്? 30 ലക്ഷത്തിന്റെ 12% എന്ന് പറഞ്ഞാൽ 3,60,000 ആണ്. അതിന്റെ എത്ര ഇൻട്രസ്റ്റ് കൊടുത്തിട്ടുള്ളൂ? 1,80,000. ഇനി എത്ര കൊടുക്കാനുണ്ട്? 1,00,000. അപ്പൊ ഡിബഞ്ചർ ഔട്ട്സ്റ്റാൻഡിംഗ് എത്രയാണ്? ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിംഗ് 1,80,000 കൂടിയുണ്ട്. അപ്പൊ അതുകൂടി ഇതിന്റെ കൂട്ടത്തിൽ ആഡ് ചെയ്യാം. 1,80,000. അങ്ങനെ എത്ര വരും? 3,60,000. ഈ 3,60,000 നിങ്ങൾ എങ്ങോട്ട് എടുത്തെഴുതാം? വീണ്ടും ഇവിടെ ഫിനാൻസ് ക്വസ്റ്റ്യൻ്റെ അവിടെ 3,60,000 എന്ന് എടുത്തെഴുതാം. ഓക്കെ, ഫിനാൻസ് കോഴ്സ് 3,60,000. ഇനി അടുത്തത് അത് കഴിഞ്ഞാലുള്ളത് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് ആണ്. നമ്മൾ ഡിപ്രീസിയേഷൻ ആണ് ഇനി ചെയ്യേണ്ടത്. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ ആണ് നിങ്ങൾ ചെയ്യേണ്ടത്. അടുത്തത് എന്താണ്? ഇവിടെയും ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ ഡിപ്രീസിയേഷൻ അതൊക്കെയാണ് എഴുതേണ്ടത്. ഇവിടെ ഡിപ്രീസിയേഷൻ ഉണ്ടോ? നമ്മളെ ക്വസ്റ്റ്യനിൽ ഡിപ്രീസിയേഷൻ ഉണ്ട്. എന്താ? ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് 15% കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്ലാന്റിന്റെ മേൽ എത്ര ശതമാനം ഡിപ്രീസിയേഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്? 15%. അപ്പൊ നമ്മൾ എഴുതാം ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ്. പ്ലാനിന്റെ മേലുള്ള ഡിപ്രീസിയേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞിട്ട് എത്ര ഡിപ്രീസിയേഷന്റെ മേലുള്ള പ്ലാനിന്റെ മേലുള്ള ഡിപ്രീസിയേഷൻ എത്രയാണ്? പ്ലാന്റ് എന്ന് പറഞ്ഞത് 33 ലക്ഷമാണ്. 33 ലക്ഷത്തിന് എത്ര ശതമാനം കാണണം? 15%. 33 ലക്ഷം ഇൻറ്റു 15 ഡിവൈഡ് ബൈ 100 എന്ന് പറഞ്ഞാൽ 4,95,000 എന്ന് കിട്ടും. 4,95,000 എന്ന് കിട്ടും. ഓക്കെ, അതാണ് ഡിപ്രീസിയേഷൻ ഓൺ പ്ലാന്റ് എന്ന് പറയുന്നത്. 4,95,000. അത് കഴിഞ്ഞാൽ നിങ്ങൾ കൊടുക്കേണ്ടത് അതർ എക്സ്പെൻസസ് ആണ്. അതർ എക്സ്പെൻസ് ഏതായാലും നിങ്ങൾ അതിന്റെ ഇത് വരയ്ക്കേണ്ടി വരും. കാരണം അതർ എക്സ്പെൻസസിലാണ് റിപ്പയേഴ്സ്, അതേപോലെ തന്നെ റെന്റ് ആൻഡ് റൈറ്റ്സ് ആൻഡ് ടാക്സസ്, അതേപോലെ തന്നെ ഇൻഷുറൻസ് എക്സ്പെൻസസ്, ഇതൊക്കെ എഴുതുന്നത് നിങ്ങൾ അതർ എക്സ്പെൻസ്. ബാക്കി വരുന്ന എല്ലാ എക്സ്പെൻസും, കമ്മീഷൻ പെയ്ഡ്, റെന്റ് പെയ്ഡ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇതിനൊക്കെ ഔട്ട്സ്റ്റാൻഡിംഗ് ഉണ്ടെങ്കിൽ ആ ഔട്ട്സ്റ്റാൻഡിംഗ് ഒക്കെ എഴുതേണ്ടത് എവിടെയാണ്? അതർ എക്സ്പെൻസിലാണ്. നമ്മളെ ക്വസ്റ്റ്യനിൽ എത്ര അതർ എക്സ്പെൻസ് ഉണ്ട് എന്ന് നോക്കാം. പോയിട്ട് ക്യാഷ് ഇൻ ഹാൻഡ്, കാഷറ്റ് ബാങ്ക്, ഇന്ററിം, പ്രിലിമിനറി എക്സ്പെൻസസ് റിട്ടേൺ ഓഫ് ചെയ്തതുണ്ട്. അത് എഴുതേണ്ടത് അതർ എക്സ്പെൻസിലാണ്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്തത് അതർ എക്സ്പെൻസിൽ എഴുതേണ്ട കാര്യമാണ്. കാരണം പ്രിലിമിനറി എക്സ്പെൻസിനെ കുറിച്ച് നമ്മൾ പറയുന്നുണ്ട്. റൈറ്റ് ഓഫ് പ്രിലിമിനറി എക്സ്പെൻസ് 5,000 രൂപ റൈറ്റ് ഓഫ് ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പൊ അത് എഴുതേണ്ടത് അതർ എക്സ്പെൻസ് കോളത്തിലാണ്. പിന്നെ വേറെ ഇതിൽ അതർ എക്സ്പെൻസ് ഇല്ല. സാലറിയും വേജസ് ഒക്കെ നമ്മൾ എടുത്തു. ബാഡപ്റ്റ് ഉണ്ട്. ബാഡപ്റ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എഴുതേണ്ടതൊക്കെ അതർ എക്സ്പെൻസിലാണ്. അപ്പൊ നമുക്ക് ഇതിന് 3 എന്ന് മൂന്നാമത്തെ നോട്ട് എന്ന് പറഞ്ഞു എഴുതാം. തേർഡ് നോട്ട്. ഓക്കെ, തേർഡ് നോട്ട് എഴുതാം. തേർഡ് നോട്ട് ഏതാണ്? അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസിൽ നമുക്ക് ഫസ്റ്റ് എഴുതാം എന്ത്? പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ്. പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്ത് എത്ര രൂപയാണ്? അഡീഷണൽ ഇൻഫർമേഷൻ അത് പറയുന്നു 5,000 രൂപ. ദെൻ നമ്മൾ എഴുതേണ്ടത് ബാഡ് ഡെപ്റ്റ് ആണ്. ബാഡ് ഡെപ്റ്റ് എത്രയാ? ബാഡ് ഡെപ്റ്റ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ തന്നിട്ടുണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലെഡ്ജറിന്റെ ബാലൻസിൽ തന്നിട്ടുണ്ട്. ബാഡ് ഡെപ്റ്റ് എത്ര? 21,100 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 21,100 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. 21,100. അതുമായി ബന്ധപ്പെട്ട് 2 കാര്യങ്ങൾ നമ്മൾ ലെഡ്ജറിൽ കിടക്കുന്നുണ്ട്. ഇങ്ങോട്ട് നോക്കുക. ഇവിടെ ബാഡ് ഡെപ്റ്റ് 21,100 എന്ന് തന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ പ്രൊവിഷൻ ബാഡ് ഡെപ്റ്റ്, ഓൾഡ് പ്രൊവിഷൻ ബാഡ് ഡെപ്റ്റിന്റെ പ്രൊവിഷൻ 1/4/2010 പ്രൊവിഷന് 35,000 തന്നിട്ടുണ്ട്. പുതിയ പ്രൊവിഷൻ കൊടുക്കണം ബാഡ് ഡെപ്റ്റിന്റെ മേലിൽ എന്ന് പറയുന്നു. പ്രൊവിഷൻ ഫോർ ഡൗട്ട്ഫുൾ ഡെപ്റ്റ് അറ്റ് 5%. ബാഡ് ഡെപ്റ്റിന് 5% ബാഡ് ഡെപ്റ്റ് ഡൗട്ട്ഫുൾ ആക്കി കൊടുക്കണം, പ്രൊവിഷൻ കൊടുക്കണം എന്ന് പറയുന്നത്. എന്താ നമ്മൾ സാധാരണഗതിയിൽ ചെയ്യുക? ബാഡ് ഡെപ്റ്റ് തന്ന് അതിനോടുകൂടി എന്ത് ചെയ്യണം? ന്യൂ പ്രൊവിഷൻ നമ്മൾ ആഡ് ചെയ്യുകയും ഓൾഡ് പ്രൊവിഷൻ നമ്മൾ ലെസ് ചെയ്യുകയും ചെയ്യും. ന്യൂ പ്രൊവിഷൻ എന്ന് പറഞ്ഞാൽ ഏതാ? അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്നത് ന്യൂ പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ ഏതാ? ഇതിൽ തന്നിരിക്കുന്നത്. എന്ത് ചെയ്യണം? ബാഡ് ഡെപ്റ്റിനോട് കൂടി എന്ത് ചെയ്യണം എന്നാ പറഞ്ഞത്? പഴയ പ്രൊവിഷൻ ലെസ് ചെയ്യുകയും പുതിയ പ്രൊവിഷൻ ആഡ് ചെയ്യുകയും ചെയ്യണം. അപ്പൊ ബാഡ് ഡെപ്റ്റ് ആഡ് ന്യൂ പ്രൊവിഷൻ, പുതിയ പ്രൊവിഷൻ ആഡ് ചെയ്യുക. ആഡ് ന്യൂ പ്രൊവിഷൻ. എത്രയാണ് ന്യൂ പ്രൊവിഷൻ ഉള്ളത്? ന്യൂ പ്രൊവിഷൻ എത്രയാ ന്യൂ പ്രൊവിഷൻ ഉള്ളത്? 5%. എന്തിന്റെ 5%? സൺട്രി ഡെപ്റ്റേഴ്സിന്റെ 5%. ഡെപ്റ്റേഴ്സ് എത്രയാ തന്നിട്ടുള്ളത്? ഡെപ്റ്റേഴ്സ് തന്നിട്ടുള്ളത് എത്രയാ? നമ്മൾ ഇവിടെ ഉണ്ട്. സൺട്രി ഡെപ്റ്റേഴ്സ് തന്നിട്ടുള്ളത് 8,70,000 ആണ്. 8,70,000 5% പുതിയ പ്രൊവിഷൻ ആയിട്ട് എഴുതേണ്ടത്. 8,70,000 5% എന്ന് പറയുന്നത് 43,500 എന്ന് കിട്ടും. 43,500. ഓക്കെ, ദെൻ ലെസ് ഓൾഡ് പ്രൊവിഷൻ. ഓൾഡ് പ്രൊവിഷൻ എവിടെയുള്ളത്? ഓൾഡ് പ്രൊവിഷൻ അതാ
ലെഡ്ജർ അക്കൗണ്ടിലുണ്ട്, ക്രെഡിറ്റ് സൈഡിൽ എമൗണ്ട് ഉണ്ട്. എത്രയുള്ളത്? 35,000. വേറെ ഒന്നും അതർ എക്സ്പെൻസിൽ ഇല്ല. റെന്റോ റേറ്റ്സോ ടാക്സോ ഇൻട്രസ്റ്റ് കൊടുത്തതോ റെന്റ് കൊടുത്തതോ ആയിട്ടുള്ള, ഇൻട്രസ്റ്റ് കൊടുത്തത് വേറെ എഴുതുക, റെന്റ് കൊടുത്തതോ കമ്മീഷൻ പെയ്ഡ് എഴുതുന്നതോ ഒന്നും ഇല്ല. ഇൻട്രസ്റ്റ് കൊടുത്തത് എവിടെ എഴുതുക? ഫിനാൻസ് കോസ്റ്റിൽ എഴുതുക. ഇതെല്ലാം കൂടി കൂട്ടിയാൽ 34,600 എന്ന് കിട്ടും. 34,600. ഈ 34,600 നമുക്ക് എന്ത് ചെയ്യാം? ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അതർ എക്സ്പെൻസിൽ 34,600. ഓക്കെ, അപ്പോൾ അതർ എക്സ്പെൻസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? എല്ലാം കൂടി ടോട്ടൽ എക്സ്പെൻസ് കൂട്ടാം. ഇനി നമുക്ക് ടോട്ടൽ എക്സ്പെൻസ് കൂട്ടാം. ടോട്ടൽ എക്സ്പെൻസസ് ഇതെല്ലാം കൂടി ടോട്ടൽ എക്സ്പെൻസ് എല്ലാം കൂടി കൂട്ടിയാൽ കിട്ടുന്നത് 37,90,000 എന്ന് കിട്ടും. 37,90,000. ശ്രദ്ധിക്കുക, കൂട്ടുമ്പോൾ ശ്രദ്ധിക്കുക, ഇത് നിന്ന് കുറക്കാനുള്ളതാട്ടെ. മൈനസ് ഫിഗർ ആണ് ഈ 2 ലക്ഷം, അതിൽ നിന്ന് കുറക്കാനുള്ളതാണ് 37,90,000. ഇനി നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണാം. ഏത്? മൂന്നാമതായിട്ട് നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണാം. ടാക്സ് കൊടുക്കുന്നതിന് മുന്നേയുള്ള പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കാണാം. എത്രയാ പ്രോഫിറ്റ്? എങ്ങനെയാ കാണാം? ഈ 41,50,000 37,90,000 കുറച്ചാൽ മതി. റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് കുറക്കുക. റവന്യൂവിൽ നിന്നും എക്സ്പെൻസ് കുറച്ചാൽ നമുക്ക് 37,90,000 എന്ന് കിട്ടും. 37,90,000. ഇനി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ലെസ് ഇൻകം ടാക്സ് പ്രൊവിഷൻ കുറക്കാം. ഇൻകം ടാക്സ് പ്രൊവിഷൻ എത്ര? ഇൻകം ടാക്സ് പ്രൊവിഷൻ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്, ഇൻകം ടാക്സിന്റെ പ്രൊവിഷൻ കുറക്കാൻ പറഞ്ഞിട്ടുള്ളത് എത്രയാ? ഇവിടെ പറയുന്നുണ്ട്, പ്രൊവൈഡ് ഇൻകം ടാക്സ് പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് അറ്റ് 50%. പ്രോഫിറ്റിന്റെ 50%. 3,79,000 37,90,000 50% എന്ന് പറഞ്ഞാൽ കിട്ടുക 3,60,000 എന്നാണ്. 3,60,000 എന്ന് കിട്ടും. എത്ര കിട്ടും? 3,60,000. സോറി, 37,90,000 അല്ല. ഏത് പ്രോഫിറ്റ് എന്ന് പറയുന്നത് എത്രയാ? ഇതിൽ നിന്നും 41,50,000 37,90,000 തന്നെയാണ് ഞാൻ വീണ്ടും എടുത്ത് എഴുതിയത്. തമ്മിലുള്ള വ്യത്യാസം എത്രയാണ്? 3,60,000 എന്നാണ്. പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് ബിഫോർ ടാക്സ് എത്രയാണ്? 3,60,000. ഈ 3,60,000 50% ഇൻകം ടാക്സ് പ്രൊവിഷൻ. 3,60,000 പകുതി എന്ന് പറഞ്ഞാൽ എത്രയാ? 1,80,000. ഈ 1,80,000 കുറച്ചാൽ നമുക്ക് എത്ര കിട്ടും? 1,80,000 എന്ന് കിട്ടും. ഈ 1,80,000 നമുക്ക് എന്ത് വിളിക്കാം? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഇത്രയെങ്കിലും മിനിമം ഒരു പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യുമ്പോൾ, നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് ചെയ്യുമ്പോൾ മിനിമം അതിന്റെ സ്ട്രക്ചർ ഇത്രയെങ്കിലും പഠിച്ചിരിക്കണം, ബൈ ഹാർട്ട് പഠിച്ചിരിക്കണം, നിർബന്ധമാണ്. ഓക്കെ, ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചു. ഇതിനേക്കാൾ ഏറെ ഞാൻ ഇതിന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്ത ലിങ്കിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഇതിനേക്കാൾ ഏറെ അതിൽ ഐറ്റംസ് ഉണ്ട്. ഓക്കെ, ഇത്രയെങ്കിലും മിനിമം നിങ്ങൾ പഠിച്ചിരിക്കണം, എങ്കിൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് ചെയ്യാൻ കഴിയുള്ളൂ. അപ്പോൾ നമുക്ക് എത്ര പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടി? 1,80,000 എന്ന് കിട്ടി. ഓക്കെ, നമുക്ക് ബാലൻസ് ഷീറ്റ് ചെയ്യുന്നതിലേക്ക് പോവാം. ബാലൻസ് ഷീറ്റ് ചെയ്യുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അനു ലിമിറ്റഡ് എന്ന് കമ്പനീന്റെ പേര് എഴുതണം. സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റ് ആസെറ്റ് 31/3/2019 എന്ന് എഴുതണം. ദെൻ അതുപോലെ തന്നെ പർട്ടിക്കുലേഴ്സിന്റെ കോളം, നോട്ട് നമ്പറിന് കോളം, 31/3/2019 ഫിഗർ എഴുതാൻ ഒരു കോളം, 31/3/2018 31/3/2018 പ്രീവിയസ് ഇയറിന്റെ ഫിഗർ ശരിക്കും നമുക്ക് ക്വസ്റ്റ്യനിൽ ഇല്ല, അതുകൊണ്ട് നമ്മൾ എന്നാലും ഇവിടെ വരച്ചു വെച്ചു എന്നേ ഉള്ളൂ. 31/3/2018 കോളം 1. ദെൻ ഫിഗേഴ്സിന്റെ കോളം. നമുക്ക് ഇതിൽ എഴുതേണ്ട കാര്യങ്ങൾ ഓരോന്നായിട്ട് പരിചയപ്പെടാം. ആദ്യം നമുക്ക് അസറ്റ് സൈഡിലേക്ക് പോവാം. അസറ്റ് സൈഡ്. ഓക്കെ, അസറ്റ് സൈഡിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് നോൺ കറന്റ് അസറ്റുകളാണ്. എന്താ എഴുതേണ്ടത്? നോൺ കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ പ്രത്യേകത? 12 മാസത്തിൽ കൂടുതലുള്ളത് എഴുതാൻ പാടുള്ളൂ. അതിന്റെ ബെനിഫിറ്റോ അത് കൊടുത്തു തീർക്കേണ്ടതോ ഒക്കെ ആയത് എത്ര മാസത്തിൽ കൂടുതലാവണം? 12. നോൺ കറന്റ് ആണ്, കറന്റ് അല്ലാത്തത്. ഓക്കെ, കറന്റ് എന്ന് പറഞ്ഞാൽ 12 മാസത്തിൽ താഴെ, 1 വർഷത്തിൽ താഴെ, 1 വർഷത്തിൽ കൂടി അതിന് എന്ത് വിളിക്കും? നോൺ കറന്റ് അസറ്റ് എന്ന് വിളിക്കും. അതിന് നോൺ കറന്റ് അസറ്റിൽ നമ്മൾ ആദ്യം എഴുതേണ്ടത് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് ആണ്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എഴുതേണ്ടത്. പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്.
ഈ പ്രോപ്പർട്ടി പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റിലാണ് ശരിക്കും ഫിക്സഡ് അസറ്റുകൾ എഴുതേണ്ടത്. ഏതൊക്കെ ഫിക്സഡ് അസറ്റുകൾ? ലാൻഡ്, അങ്ങനെ എൻ്റെ ഒരു ഓർഡർ തന്നെ ഉണ്ട് കേട്ടോ. ലാൻഡ്, പിന്നെ ബിൽഡിങ്, പിന്നെ പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ്, പിന്നെ ബിയറർ പ്ലാന്റ്, പിന്നെ എയർക്രാഫ്റ്റ്, പിന്നെ വെഹിക്കിള്, പിന്നെ ഫർണിച്ചർ ആൻഡ് ഫിക്റ്റേഴ്സ്, പിന്നെ ഓഫീസ് എക്യുപ്മെന്റ്, അസറ്റ് അണ്ടർ ലീസ്. ഇങ്ങനെ കൃത്യമായിട്ട് അതിന്റെ ഓർഡറിൽ തന്നെ എഴുതണം. ഓക്കെ, ഡിപ്രീസിയേഷൻ വല്ലതും ഉണ്ടെങ്കിൽ അത് കുറക്കും ചെയ്യാം. ഇവിടെ നമ്മളെ ക്വസ്റ്റ്യനിൽ ഏതൊക്കെയാണ് നമുക്ക് ഫിക്സഡ് അസറ്റ് ഉള്ളത്? ബിൽഡിംഗ് ഉണ്ട്, പ്ലാന്റും ഉണ്ട്. പ്ലാന്റിന്റെ മേലിൽ 5%, 15% ഡിപ്രീസിയേഷൻ കൊടുക്കാനും പറഞ്ഞു. അപ്പൊ നമുക്ക് നോട്ടായിട്ട് എഴുതാം. എങ്ങനെ നോട്ട് എഴുതേണ്ടത്? കഴിഞ്ഞ പ്രോഫിറ്റ് ആൻഡ് ലോസ് എഴുതിയപ്പോൾ നമ്മൾ അവസാനിപ്പിച്ചത് എവിടെയാണ്? 3-ലാണ്. അപ്പൊ ഇനി നമ്മൾ തുടങ്ങേണ്ടത് എവിടുന്നാണ്? 4-ൽ നിന്നാണ്. ഓക്കെ, 1 എന്നല്ല തുടങ്ങേണ്ടത് 4. എന്നിട്ട് നമ്മൾ ആ 4 പ്രോപ്പർട്ടി ആൻഡ് പ്ലാന്റ് ആൻഡ് എക്യുപ്മെന്റ് എന്ന് പറഞ്ഞ് എഴുതി. നമുക്ക് എഴുതാനുള്ളത് ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന്റെ എമൗണ്ട് നമ്മൾ ഇതിലുണ്ട് 30,72,000. ദെൻ പ്ലാന്റിന്റെ എമൗണ്ട് 33 ലക്ഷം. അതിന് എന്ത് കുറക്കണം? ഡിപ്രീസിയേഷൻ 4,95,000. ഡിപ്രീസിയേഷൻ 33 ലക്ഷത്തിന്റെ 15% എടുത്താൽ എത്ര കിട്ടും? 4,95,000. എന്നിട്ട് ആ രണ്ടും കൂടി കൂട്ടി 58,77,000 എന്ന് കിട്ടും. അത് നമ്മൾ ഇവിടെ എടുത്ത് എഴുതും. അതിന്റെ നെറ്റ് എമൗണ്ട് 58,77,000. ഓക്കെ, അത് കഴിഞ്ഞാൽ രണ്ടാമത് എഴുതേണ്ടത് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ്. ഇതിന്റെ അർത്ഥം നമ്മൾ ഏതെങ്കിലും ബിൽഡിങ് ഉണ്ടാക്കിയിട്ട് കൺസ്ട്രക്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ഫിക്സഡ് അസറ്റ് നമ്മൾ വാങ്ങണം. ആ ഫിക്സഡ് അസറ്റ് നമുക്ക് ഇതുവരെ യെറ്റ് ടു ബി യൂസ്ഡ്, നമുക്ക് ഇതുവരെ ഉപയോഗിക്കാൻ കഴിഞ്ഞിട്ടില്ല. നമ്മളത് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്കത് ഉപയോഗം, അതിന് ചെലവാക്കിയ തുകയാണ് ക്യാപിറ്റൽ വർക്ക് ഇൻ പ്രോഗ്രസ് എന്ന് പറയുന്നത്. ഏതെങ്കിലും ഫിക്സഡ് അസറ്റ് വാങ്ങാൻ വേണ്ടി നമ്മൾ കൊടുത്ത അഡ്വാൻസ് അല്ല എഴുതേണ്ടത്. നമ്മൾ വാങ്ങിയിട്ടുണ്ട്, പക്ഷെ നമുക്ക് ഇതുവരെ നമ്മൾ എന്ത് ബിൽഡിങ്ങും ബിസിനസ്സിൽ അസറ്റ് ആ ബിസിനസ്സിന് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അതാണ് നമ്മൾ അവിടെ എഴുതേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ എഴുതേണ്ടത്, അത് നമുക്ക് ഈ ക്വസ്റ്റ്യനിലില്ല, ഇത് നമുക്ക് ഈ ക്വസ്റ്റ്യനിലില്ല. ദെൻ നമ്മൾ മൂന്നാമത് എഴുതേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടിയാണ്. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പെടുന്നത് ലാൻഡും ബിൽഡിങ്ങും ആണ്. ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ഈ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് കമ്പനി വാങ്ങുന്നത് കമ്പനിക്ക് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കുക, ഇന്ന് റെന്റോ ഇൻകമോ ഉണ്ടാക്കണമെന്ന് കരുതി ഏതെങ്കിലും ലാൻഡോ ബിൽഡിങ്ങിലോ കൊണ്ടുപോയി കമ്പനിന്റെ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. ഈ ബിൽഡിങ്ങും പ്ലാന്റൊക്കെ എന്താ? കമ്പനിന്റെ തന്നെയാണ്. അത് കമ്പനിക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. ഈ ബിൽഡിങ്ങും ലാൻഡും എന്തിനാ? കമ്പനി വേറെ ഏതെങ്കിലും ലാൻഡിലും ബിൽഡിങ്ങിലും കമ്പനിന്റെ ഓപ്പറേഷൻ അവിടെ നടക്കുന്നില്ല, വേറെ ഏതെങ്കിലും ലാൻഡ് ആൻഡ് ബിൽഡിംഗ് വാങ്ങുക. അതെന്തിനു വേണ്ടി? അതിൽ നിന്നും കമ്പനിക്ക് വല്ല റെന്റോ റവന്യൂ കിട്ടുമെന്ന് നോക്കിയിട്ട്. ഓക്കെ, അതാണ് ഇവിടെ എഴുതേണ്ടത് ഇൻവെസ്റ്റ്മെന്റ് പ്രോപ്പർട്ടി. ദെൻ നെക്സ്റ്റ് ഇൻടാൻജിബിൾ അസറ്റ് ആണ്. ഇത് രണ്ടും ഇപ്പൊ നമ്മളവിടെ ഇല്ല, നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അപ്പൊ നമുക്കത് എഴുതേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പൊ നമ്മളത് ഇവിടുന്ന് ഒഴിവാക്കുകയാണ്. ദെൻ പിന്നെ നമ്മൾ എഴുതുന്നത് ഇൻടാൻജിബിൾ അസറ്റ് ആണ്. എഴുതേണ്ടത് ഏതാണ്? ഇൻടാൻജിബിൾ അസറ്റ്. ഇൻടാൻജിബിൾ അസറ്റ്. ഇൻടാൻജിബിൾ അസറ്റിൽ കുറെ ഇൻടാൻജിബിൾ അസറ്റ് ഉണ്ട്. ഏതൊക്കെയാ? ഗുഡ്വിൽ ഉണ്ട്, ദെൻ ട്രേഡ് മാർക്ക് ഉണ്ട്, പാറ്റന്റ് ഉണ്ട്, അതേപോലെ കുറെ ഇൻടാൻജിബിൾ അസറ്റുകൾ ഉണ്ട്. ബുക്സ് ഉണ്ട്, ബുക്സിന്റെ ടൈറ്റിൽസ് ഉണ്ട്, റെസിപ്പികൾ ഉണ്ടാവാം. ഇതൊക്കെയാണുള്ളത് ഇൻടാൻജിബിൾ അസറ്റിൽ. ആ ഇൻടാൻജിബിൾ അസറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇവിടെ എഴുതേണ്ടത് ഗുഡ്വില്ല് മാത്രമാണ്. ഇൻടാൻജിബിൾ അസറ്റിൽ ഏത് മാത്രം എഴുതിയാൽ മതി? ഗുഡ്വില്ല്. ഗുഡ്വില്ല് നമ്മളെ ക്വസ്റ്റ്യൻ ഉണ്ട്. എത്രയാണ് ഗുഡ്വില്ല്? 2,50,000. ഗുഡ്വില്ല് 2,50,000. ദെൻ ഗുഡ്വില്ല് എഴുതി. ദെൻ അതർ ഇന്ന് എഴുതേണ്ടതാണ് അതർ ഇൻടാൻജിബിൾ അസറ്റ്. അതർ ഇൻടാൻജിബിൾ അസറ്റ്. അതർ ഇൻടാൻജിബിൾ അസറ്റ്. മറ്റ് ഇൻടാൻജിബിൾ അസറ്റുകൾ. ഈ മറ്റ് ഇൻടാൻജിബിൾ അസറ്റിലാണ് നമ്മൾ ഏതൊക്കെ എഴുതേണ്ടത്? ട്രേഡ് മാർക്ക്, ദെൻ പാറ്റന്റ്, ബ്രാൻഡ്, ട്രേഡ് മാർക്ക്, കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ, പബ്ലിഷിംഗ് ടൈറ്റിൽ, മൈനിങ് റൈറ്റ്, കോപ്പി റൈറ്റ്. ഇത് ആ ഓർഡറിൽ തന്നെ എഴുതണം. അങ്ങനെ എഴുതേണ്ടത്. അങ്ങനെ മറ്റു ഇൻടാൻജിബിൾ അസറ്റുകളൊന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. മറ്റു ഇൻടാൻജിബിൾ അസറ്റ് ഒന്നും ക്വസ്റ്റ്യനിൽ ഇല്ല. ദെൻ അപ്പൊ അതും നമുക്ക് ഒഴിവാക്കാം. അതർ ഇൻടാൻജിബിൾ അസറ്റും ഇല്ല. ദെൻ പിന്നെ വേണ്ടത് ഇവിടെ പറയുന്നത് ഫിനാൻഷ്യൽ അസറ്റ് ആണ്. ഫിനാൻഷ്യൽ അസറ്റ്. ഈ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഫേം കൊണ്ടുപോയി ഫേമിന്റെ കമ്പനിയുടെ എമൗണ്ട് കൊണ്ടുപോയി വേറെ എവിടെയെങ്കിലും കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യാം. ഏതൊക്കെ പോലത്തെയാണ്? നമ്മളത്തെ ലാൻഡ് ആൻഡ് ബിൽഡിംഗ് അല്ലാത്തത്. മുകളിൽ പറഞ്ഞു ലാൻഡ് ആൻഡ് ബിൽഡിങ്ങിൽ കൊണ്ടുപോയി ഇൻവെസ്റ്റ്, അതല്ലാത്തത് വേറെ ഏതൊക്കെ പോലത്തെ? ഒന്ന് ഇൻവെസ്റ്റ്മെന്റ്. അതിൽ ഫസ്റ്റ് ആണ് ഇൻവെസ്റ്റ്മെന്റ്. ഫിനാൻഷ്യൽ അസറ്റിലുള്ള ഫസ്റ്റ് ഒന്നാണ് ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ വരുന്നതാണ് കമ്പനി എവിടെയെങ്കിലും വേറെ ഏതെങ്കിലും കമ്പനിന്റെ ഇക്വിറ്റിയിലോ പ്രിഫറൻസ് ഷെയറിലോ ഡിബഞ്ചറിലോ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുക. അങ്ങനെ ഒന്നും നമ്മളെ ക്വസ്റ്റ്യനിൽ പറയുന്നില്ല. രണ്ടാമത്തത് ട്രേഡ് റെസിവബിൾ.
12 മാസത്തിൽ കൂടുതലാവട്ടെ അതിൻ്റെ ട്രേഡ് കാലാവധി. ട്രേഡ് റെസീവബിൾ എന്ന് പറഞ്ഞാൽ ഇതിൽ വരുന്നതാണ് സൺട്രി ക്രെഡിറ്റേഴ്സും സൺട്രി ഡെപ്റ്റേഴ്സും ബിൽസ് റെസീവബിൾ ഒക്കെ. ഇതൊക്കെ 12 മാസത്തിൽ കൂടുതലുള്ളതാണെങ്കിൽ അതില്ല. നമ്മൾ സൺട്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് സാധാരണഗതിയിൽ എന്താണ്, പിന്നെ 12 മാസത്തേക്കുള്ളതല്ല, 12 മാസത്തിൽ താഴെയുള്ളതാണ്. ഓക്കെ, അതാണ് ട്രേഡ് റെസീവബിൾ. പിന്നെ വല്ല ലോണും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൽ എഴുതണം. കമ്പനി വല്ല ലോണും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇവിടെ നമ്മളിതിൽ ലോൺ ഉണ്ട്, അത് ക്രെഡിറ്റ് സൈഡിലാണ്. ക്രെഡിറ്റ് സൈഡിലെ ലോൺ എന്താ, ഡെബിറ്റ് സൈഡിലെ ലോണാണ് കമ്പനി കൊടുത്തത്, അത് അസെറ്റായിട്ട് എഴുതണം. ക്രെഡിറ്റ് സൈഡിലുള്ള ലോൺ എന്താ, കമ്പനി എടുത്തതാണ്, അത് ഇക്വിറ്റി ലയബിലിറ്റി സൈഡിലാണ് എഴുതേണ്ടത്. ലോൺസ് ഇല്ല. ദെൻ അതേഴ്സ്, അതും ഇവിടെ ഇല്ല. വേറെ ഏതെങ്കിലും ഫിനാൻഷ്യൽ അസറ്റുകൾ ഉണ്ടെങ്കിൽ അത്, ഇതൊന്നും ഇതിലില്ല. അപ്പൊ നമുക്ക് അതും ഒഴിവാക്കാം. Then next, intangible asset കഴിഞ്ഞു, ഫിനാൻഷ്യൽ അസറ്റ് കഴിഞ്ഞു. ദെൻ ബയോളജിക്കൽ അസറ്റ് ആണ് അടുത്തത്. ബയോളജിക്കൽ അസറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ പറയുന്നത് ഇതാണ്. ബയോളജിക്കൽ അസറ്റിൽ പറയുന്നത് ലിവിങ് പ്ലാന്റ്സുകളും ആനിമൽസുകളും ഒക്കെയാണ് എഴുതേണ്ടത്. ആനിമൽസ് ആൻഡ് ലിവിങ് പ്ലാന്റ്സുകളൊക്കെയാണ് എഴുതേണ്ടത്, അതും നമുക്കില്ല. ദെൻ ഡെഫേർഡ് ടാക്സ് അസസ്മെന്റ് ആണ് എഴുതേണ്ടത്. ഡെഫേർഡ് ടാക്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ എമൗണ്ടും നമ്മൾ ഇൻകം ടാക്സിന് വേണ്ടി എസ്റ്റിമേറ്റ് ചെയ്ത എമൗണ്ടും തമ്മിൽ വ്യത്യാസമുണ്ടെങ്കിൽ, ആക്ച്വൽ എമൗണ്ട് കുറവും ഇൻകം ടാക്സിന് വേണ്ടി നമ്മൾ എഴുതി കൊടുത്ത എമൗണ്ട് കൂടുതലാണെങ്കിൽ അത് നമ്മൾ അടുത്ത വർഷത്തേക്ക് എന്ത് ചെയ്യാം, പിന്നെ അഡ്ജസ്റ്റ് ചെയ്യാം. ആ അഡ്ജസ്റ്റ് ചെയ്യുന്നത് എഴുതി വെക്കുന്നതാണ്, അതിൻ്റെ ഡിഫറൻസ് എഴുതി വെക്കുന്നതാണ്. എപ്പോഴാണ് എഴുതി വെക്കേണ്ടത്? അത് നമ്മൾ കൊടുത്തത് ടാക്സ് അതോറിറ്റിക്ക് കൊടുത്ത ഇൻകം കൂടുതലും നമ്മൾ ആക്ച്വൽ കുറവാകുമ്പോൾ അസറ്റ് സൈഡിൽ എഴുതണം. നേരെ വിപരീതമാണെങ്കിൽ നമ്മളത് ലയബിലിറ്റി സൈഡിലും എഴുതണം. ദെൻ ഈ അടുത്തത് എഴുതേണ്ടത് അതർ നോൺ കറന്റ് അസറ്റ് ആണ്. അതർ നോൺ കറന്റ് അസറ്റ്, മറ്റു നോൺ കറന്റ് അസറ്റുകൾ. ഓക്കെ, അപ്പോൾ ബയോളജിക്കൽ അസറ്റ് ഇല്ല, ഡെഫേർഡ് ടാക്സ് അസറ്റ് ഇല്ല. ഇനി അടുത്തതാണ് നമ്മൾ പറയാൻ പോകുന്നത് അതർ നോൺ കറന്റ് അസറ്റുകൾ. ഓക്കെ, അതർ നോൺ കറന്റ് അസറ്റുകൾ ഏതൊക്കെയാണ്? അതർ നോൺ കറന്റ് അസറ്റ് നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ടോ? നമ്മൾ അതർ നോൺ കറന്റ് അസറ്റുകളിൽ ഒന്നുണ്ട്, അതർ നോൺ കറന്റ് അസറ്റ്. അതർ നോൺ കറന്റ് അസറ്റിൽ എഴുതാൻ മറ്റു പ്രൊവിഷൻസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിലാണ്. ഇവിടെ ഒരു പ്രൊവിഷൻ ഉണ്ട്, ഏതാ? അതർ 12 മാസത്തിൽ കൂടുതലുള്ള പ്രിലിമിനറി എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ എന്താ, അതിന്റെ ബെനിഫിറ്റ് 12 മാസത്തിൽ കൂടുതലാണ്, അതുകൊണ്ടാണ് പ്രിലിമിനറി എക്സ്പെൻസ്. അതർ നോൺ കറന്റ് അസറ്റിൽ പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷമുള്ള എമൗണ്ട് നിങ്ങൾ അവിടെ എഴുതണം. അത്ര പ്രിലിമിനറി എക്സ്പെൻസ് നമ്മൾ ക്വസ്റ്റ്യനിൽ പറയേണ്ട 50,000, അതിൽ എത്ര പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടേൺ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്? 5,000. 50,000 5,000 കുറച്ചാൽ പിന്നെ എത്ര ഉണ്ടാവുക? 45,000. അതർ പ്രിലിമിനറി എക്സ്പെൻസ് 45,000. ഇത്രയാണ് ഇവിടെ എഴുതേണ്ടത്, നോൺ കറന്റ് അസറ്റിൽ എഴുതേണ്ടത്. ഓക്കെ, ഇനി രണ്ടാമത്തത് കറന്റ് അസറ്റ് ആണ്. വേറെ കുറെ കാര്യങ്ങളുണ്ടാവും, നമ്മൾ ഇതിൽ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി പോയിട്ടോ. ഇനി കറന്റ് അസറ്റുകളുണ്ട്. കറന്റ് അസറ്റിൽ എഴുതേണ്ടത് ഫസ്റ്റ് എഴുതേണ്ടത് ഇൻവെന്ററി ആണ്. കറന്റ് അസറ്റിൽ ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്? ഇൻവെന്ററി ആണ് ഫസ്റ്റ് എഴുതേണ്ടത്. കറന്റ് അസറ്റുകളിൽ എഴുതേണ്ടത് ഇൻവെന്ററി ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എഴുതേണ്ടത് ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ഇൻവെന്ററി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ക്ലോസിംഗ് സ്റ്റോക്ക് ആണ്. ക്ലോസിംഗ് സ്റ്റോക്ക് ഇവിടെ പറയുന്നുണ്ട്, സ്റ്റോക്ക് വാസ് 9,50,000 എന്ന് പറഞ്ഞിട്ടുണ്ട്. ആ 9,50,000 ഇവിടെ എഴുതാം, 9,50,000. ദെൻ ഇൻവെന്ററി കഴിഞ്ഞാൽ നിങ്ങൾ പിന്നെ എഴുതേണ്ടത് കറന്റ് ആയിട്ടുള്ള കറന്റ് അസറ്റ് എന്ന് പറഞ്ഞാൽ 12 മാസത്തിൽ താഴെ ആയിരിക്കും, ഒരു വർഷത്തിൽ താഴെ ആയിരിക്കും. അതിന് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റുകളെ കുറിച്ചാണ് പറയാൻ പോകുന്നത്. ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറഞ്ഞാൽ അത് 12 മാസത്തിൽ താഴെയുള്ളത് മാത്രമേ ഇവിടെ എഴുതാൻ പാടുള്ളൂ. 12 മാസത്തിൽ താഴെയുള്ളത് അതിൽ ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇതിലെ ഫസ്റ്റ് വൺ ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റബിൾ സെക്യൂരിറ്റിയിലോ പ്രിഫറൻസ് ഷെയറിലോ പിന്നെ ഡിബഞ്ചറിലോ ഇക്വിറ്റി ഷെയറിലോ 12 മാസത്തിൽ താഴെ ഇൻവെസ്റ്റ് ചെയ്തേക്കണേ അത് ഇവിടെ എഴുതണം. 12 മാസത്തിൽ കൂടുതലാണെങ്കിൽ നോൺ കറന്റിലെ ഇൻവെസ്റ്റ്മെന്റിലാണ് എഴുതേണ്ടത്. അങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റ് ഒന്നും നമ്മളതിലില്ല. പിന്നെ നമുക്ക് അടുത്തത് നോക്കാം. പിന്നെ ട്രേഡ് റെസ്യൂവബിൾ ആണ്. ട്രേഡ് റെസ്യൂവബിൾ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു 12 സൺട്രി ഡെപ്റ്റേഴ്സും അതൊക്കെയാണ് എഴുതേണ്ടത്. അപ്പോൾ ട്രേഡ് റെസ്യൂവബിൾ നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട്, സൺട്രി ഡെപ്റ്റേഴ്സ് ഉണ്ട്, അതിൽ നിന്നും ന്യൂ പ്രൊവിഷൻസ് ഒക്കെ ലെസ് ചെയ്യാനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ഇത് എഴുതാം, 5ാമത്തെ നോട്ട് എഴുതാം, 5th നോട്ട് എന്തിനെ കുറിച്ചാണ്? ട്രേഡ് റെസ്യൂവബിൾ. എന്തിനെ കുറിച്ചാണ്? ട്രേഡ് റെസ്യൂവബിൾ. ഇനി ക്വസ്റ്റ്യനിൽ നോക്കുക, സൺട്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എത്രയും തന്നിട്ടുണ്ടാവും. സൺട്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് എത്രയാണ്? സൺട്രി ഡെപ്റ്റേഴ്സിന്റെ എമൗണ്ട് 8,70,000 ആണ്.
8,70,000. അതിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന ന്യൂ പ്രൊവിഷൻ എന്ത് ചെയ്യണം? കുറക്കണം. അഡ്ജസ്റ്റ്മെന്റിൽ തന്നിരിക്കുന്ന കാര്യങ്ങളൊക്കെ 2 പ്രാവശ്യം ട്രീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ന്യൂ പ്രൊവിഷൻ നമ്മൾ കുറക്കണം. ന്യൂ പ്രൊവിഷൻ എത്രയാ? 43,500. 43,500 കുറച്ച 8,26,500 എന്ന് കിട്ടും. 8,26,500. ആ എമൗണ്ട് ട്രേഡ് റിസീവബിളിന് നേരത്തെ എഴുതി വെക്കുക. 8,26,500 ട്രേഡ് റിസീവബിൾ. അടുത്ത് എഴുതേണ്ടത് ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് ആണ്. എന്താ എഴുതേണ്ടത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ക്യാഷ് ആൻഡ് ക്യാഷ്, അവിടെയാണ് നമ്മൾ ക്യാഷ് ഇൻ ഹാൻഡും ക്യാഷ് അറ്റ് ബാങ്ക് ഒക്കെ എഴുതേണ്ടത്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. അപ്പൊ നമ്മൾ ഇതിൽ ക്യാഷും ക്യാഷ് അവിടെ എഴുതേണ്ടത് ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് അറ്റ് ബാങ്ക് ആദ്യം, പിന്നെ ചെക്ക് ഡ്രാഫ്റ്റ് കൈവശം ഉണ്ടെങ്കിൽ അത്, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, അങ്ങനെയാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ നമുക്ക് അവിടെയും ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് ഉണ്ട്. അപ്പൊ അത് ആറാമത്തത് എന്ന് പറഞ്ഞിട്ട് എഴുതാം. ആറാമത്തത് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. ആറാമത്തെ പിന്നെ നോട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എഴുതാം. 6 നോട്ട്. ആറാമത്തെ നോട്ട് എന്താ? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ഓക്കെ, ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. അപ്പൊ എത്രയാ? അത് എഴുതേണ്ടത് ക്യാഷ് അറ്റ് ബാങ്ക് ആണ്. ക്യാഷ് അറ്റ് ബാങ്ക്, ക്യാഷ് അറ്റ് ബാങ്ക്, പിന്നെ ചെക്ക് ഡ്രാഫ്റ്റ്, പിന്നെ ക്യാഷ് ഇൻ ഹാൻഡ്, അതാണ് എഴുതേണ്ടത്. ഓക്കെ. അപ്പൊ ക്യാഷ് അറ്റ് ബാങ്ക് ഇതിലുള്ളത് ക്യാഷ് അറ്റ് ബാങ്ക് എത്ര? 75,000. നമ്മൾ ക്വസ്റ്റ്യനിലുണ്ട് 75,000. ദെൻ ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ് ഉണ്ട്. മറ്റ് ഡ്രാഫ്റ്റുകളോ ചെക്കുകളോ ഒന്നുമില്ല. ക്യാഷ് ഇൻ ഹാൻഡ്, ക്യാഷ് ഇൻ ഹാൻഡ് 4,06,500 ഉണ്ട്. ഓക്കെ. അത് രണ്ടും കൂടിയും കൂട്ടിയാൽ 8,26,500 രൂപ എന്ന് കിട്ടും. 4,81,500 എന്ന് കിട്ടും. 4,81,500. അത് നമുക്ക് ഇങ്ങോട്ട് എടുത്ത് എഴുതാം. 4,81,500. അതാണ് എന്ത്? ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ്. ദെൻ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റ് കഴിഞ്ഞാൽ പിന്നെ എഴുതേണ്ടത് ബാങ്ക് അതർ ദാൻ. മുകളിൽ പറഞ്ഞിരുന്ന ബാങ്ക് വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബാങ്ക് അതർ ദാൻ സ്റ്റേറ്റഡ്. അപ്പോൾ മുകളിൽ ക്യാഷ് ആൻഡ് ക്യാഷ് ഇക്വലന്റിൽ പറയാത്ത വേറെ ഏതെങ്കിലും ബാങ്ക് അതർ ദാൻ സ്റ്റേറ്റഡ്. അപ്പോൾ മുകളിൽ പറയാത്ത വേറെ എന്തെങ്കിലും ബാങ്ക് ഉണ്ടെങ്കിൽ അത് എഴുതണം. ദെൻ പിന്നെ എഴുതേണ്ടത് ലോൺസ് ആണ്. കമ്പനി ഏതെങ്കിലും ചെറിയ ലോൺ 12 മാസത്തിൽ ചെറിയ ലോൺ വേറെ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാണ് എഴുതേണ്ടത്. കൊടുത്ത ലോണാണ് എഴുതേണ്ടത്. അതും ഇവിടെ ഇല്ല. ഓക്കെ. അപ്പോൾ ഇത്രയാണ് ഫിനാൻഷ്യൽ അസറ്റിൽ നിന്ന് എഴുതേണ്ടത് 2 കാര്യങ്ങൾ, ട്രേഡ് റിസീവബിളും ക്യാഷ് ആൻഡ് ബാങ്കും. ഇനി കറന്റ് ടാക്സ് അസസ്മെന്റ് എഴുതണം. മൂന്നാമത്തത് കറന്റ് ടാക്സ് അസസ്മെന്റ് എഴുതണം. കറന്റ് ടാക്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആക്ച്വൽ കൊടുത്ത ഇൻകം ടാക്സ് കൊടുത്തത്, കഴിഞ്ഞ വർഷം ആക്ച്വൽ ഇൻകം ടാക്സ് കൊടുത്തത് കൂടുതലും, നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്ത് ടാക്സ് കൊടുത്തത് കൂടുതലും ആക്ച്വൽ കൊടുത്തത് കുറവാണെന്നുണ്ടെങ്കിൽ ആ വ്യത്യാസം എഴുതാൻ വേണ്ടി ഉപയോഗിക്കുന്നതാണ് കറന്റ് ടാക്സ് അസസ്മെന്റ്. നമ്മൾ കൊടുക്കേണ്ട ഇൻകം ടാക്സ് കുറവാണ്, പക്ഷേ ഇൻകം ടാക്സ് അതോറിറ്റിക്ക് നമ്മൾ അതിനേക്കാളും കൂടുതൽ അഡ്വാൻസ് ആയിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ എമൗണ്ട് ഡിഫറൻസ് ഇവിടെ അസറ്റ് സൈഡിൽ എഴുതി വെക്കണം. ഇനി ഇൻകം ടാക്സിന് കൊടുത്തത് കുറവും നമ്മൾ ആക്ച്വൽ കൊടുക്കേണ്ടത് കൂടുതലാണെങ്കിൽ അത് എവിടെ എഴുതണം? ഈ കറന്റ് ടാക്സ് അസസ്മെന്റ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എവിടെ എഴുതണം? ലയബിലിറ്റി സൈഡിലും എഴുതണം. കറന്റ് ടാക്സ് അസറ്റ്. ഇനി അതർ കറന്റ് അസറ്റ്, വേറെ എന്തെങ്കിലും കറന്റ് അസറ്റുകൾ വല്ല അഡ്വാൻസോ മറ്റുള്ള കാര്യങ്ങളോ പെയ്ഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് എഴുതേണ്ട സ്ഥലമാണ് അതർ കറന്റ് അസറ്റ്. അടുത്ത് എഴുതേണ്ടത് അതർ വേറെ എന്തെങ്കിലും കറന്റ് അസറ്റുകളുണ്ടോ? വേറെ ഒരു കറന്റ് അസറ്റും നമ്മളെ ക്വസ്റ്റ്യനിൽ ഇല്ല. അപ്പൊ നമുക്ക് ഈ അസറ്റ് സൈഡിൽ കൂട്ടി വെക്കാം. അസറ്റ് സൈഡ് മൊത്തമായിട്ട് കൂട്ടാം. അപ്പൊ ടോട്ടൽ ഓഫ് അസറ്റ് സൈഡ് മൊത്തമായിട്ട് കൂട്ടാം. അസറ്റ് സൈഡ് മൊത്തമായിട്ട് കൂട്ടുമ്പോൾ നമുക്ക് കിട്ടുക 84,30,000 എന്നാണ്. 84,30,000 എന്ന് കിട്ടും. ഓക്കെ, ഇതാണ് അസറ്റ് സൈഡ്. ഇനി നമുക്ക് എവിടേക്ക് പോകാം? നമ്മളിത് വായിക്കാൻ പോവാണ്. നമുക്ക് എങ്ങോട്ട് പോവാം? അസറ്റ് സൈഡ് നമ്മൾ എഴുതി. ഇനി നമുക്ക് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന പോർഷനിലേക്ക് പോവാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഓക്കെ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ എമൗണ്ടുകളൊക്കെ അതേപോലെ തന്നെ വേണം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്ന പോർഷനിലേക്ക് പോവാം. ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റിയിൽ ആദ്യം നിങ്ങൾ എഴുതേണ്ടത് ഇക്വിറ്റിയാണ്. ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് എന്താണ്? ഇക്വിറ്റിയാണ്. രണ്ടാമത്തത് ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി. അടുത്തതിലേക്ക് പോവേണ്ടത് ഇക്വിറ്റിയാണ്. ഫസ്റ്റ് എഴുതേണ്ടത് ഇക്വിറ്റിയാണ്. ഇക്വിറ്റിയിൽ ആദ്യം എഴുതേണ്ടത് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റലാണ്. ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, എത്ര ഇക്വിറ്റി ഉണ്ട്, ഓതറൈസ്ഡ് എത്രയാണ്,
ദെൻ സബ്സ്ക്രൈബ്ഡ് എത്രയാണ്, ഇഷ്യൂഡ് എത്രയാണ്, ഓരോന്നും വ്യത്യസ്തം എഴുതണം. ഓതറൈസ്ഡ് ക്യാപിറ്റൽ എത്ര, ഇഷ്യൂഡ് ക്യാപിറ്റൽ എത്ര, സബ്സ്ക്രൈബ്ഡ് എത്ര, കോൾ സിനാരിയർ ഉണ്ടെങ്കിൽ അത്, കോൾ അൺപെയ്ഡ് ഉണ്ടെങ്കിൽ അത്, അതൊക്കെ വിശദമായിട്ട് എഴുതി വെക്കണം. ഓക്കെ, ഇതിലൊന്നുമില്ല. നമ്മുടെ ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എത്രയുള്ളത്? 4 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ₹10 ഈച്ച് എന്നാ പറഞ്ഞത്. അങ്ങനെ എത്രയുണ്ട്? 40 ലക്ഷം. ഓക്കെ, 4 ലക്ഷം ഇക്വിറ്റി ഷെയർസ് ഇൻറ്റു 10 രൂപ, അങ്ങനെ 40 ലക്ഷം. അതാണ് ഇക്വിറ്റി ഷെയർ ക്യാപിറ്റൽ എന്ന് എഴുതേണ്ടത്. ദെൻ നെക്സ്റ്റ് എഴുതേണ്ടത് അതർ ഇക്വിറ്റി. രണ്ടാമത് ഇക്വിറ്റിയിൽ എഴുതേണ്ടത് എന്താണ്? അതർ ഇക്വിറ്റിയാണ്. അതർ ഇക്വിറ്റിയിലാണ് റിസർവ്സ് ആൻഡ് സർപ്ലസ് വരേണ്ടത്. നമ്മുടെ ക്വസ്റ്റ്യനിൽ റിസർവ്സും സർപ്ലസും ഉണ്ട്. ഏതൊക്കെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉള്ളത്? നമ്മുടെ ക്വസ്റ്റ്യനിൽ ആകെ റിസർവ്സ് ആൻഡ് സർപ്ലസ് ഉള്ളത് ഏത്? ജനറൽ റിസർവ്. റിസർവ് എന്ന് പറഞ്ഞ് റിസർവുകൾ എഴുതണം. അതിൽ പെട്ടാണ് ജനറൽ റിസർവ് ഉണ്ട്, ദെൻ അതേപോലെ തന്നെ മറ്റു റിസർവുകൾ, ക്യാപിറ്റൽ റിഡംഷൻ റിസർവ്, ദെൻ മറ്റുള്ള ക്യാപിറ്റൽ റിസർവുകളൊക്കെ അതിൽ എഴുതണം. റിസർവ് ആണ് ആദ്യം എഴുതേണ്ടത്. പിന്നെ സർപ്ലസ് എന്ന് പറഞ്ഞിട്ട് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിന്റെ ബാലൻസ് എഴുതണം. ഓക്കെ, അപ്പൊ നമുക്ക് റിസർവ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത ഇത് എഴുതാം. എത്രാമത്താണ്? 7ാമത്തത് അല്ലെ? അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് 7ാമത്തത്. അപ്പൊ നമുക്ക് ഇവിടെ അതർ ഇക്വിറ്റി എഴുതാം. അതർ ഇക്വിറ്റി നോട്ട്സിൽ അതർ ഇക്വിറ്റി. ഇതൊക്കെ നോട്ട്സ് ഒക്കെ എഴുതേണ്ടത് ഇതിന്റെ താഴത്താണ് കേട്ടോ, ബാലൻസ് ഷീറ്റിന്റെ താഴത്താണ് എഴുതേണ്ടത്. അതർ ഇക്വിറ്റി ബാലൻസ് ഷീറ്റ് എഴുതാനുള്ള സ്ഥലം വിട്ടിട്ട് താഴെ എഴുതണം. അതർ ഇക്വിറ്റി. അതർ ഇക്വിറ്റി എന്ന് പറഞ്ഞാൽ അതിൽ വരേണ്ടത് എന്താണ്? റിസർവ്സ് ആൻഡ് സർപ്ലസ്. റിസർവ്സ് ആൻഡ് സർപ്ലസ് ആണ് വരേണ്ടത്. ഓക്കെ, അതിൽ അതർ ഇക്വിറ്റിയിൽ നമ്മൾ ഫസ്റ്റ് ജനറൽ റിസർവ് എടുത്ത് എഴുതാം. നമ്മുടെ ക്വസ്റ്റ്യനിൽ ജനറൽ റിസർവ് ഉണ്ട്. എത്ര ജനറൽ റിസർവിന്റെ എമൗണ്ട് അവിടെ ഉണ്ട്? 2,50,000. ക്വസ്റ്റ്യനിൽ ഉണ്ട് 2,50,000 എന്ന് ജനറൽ റിസർവ്. ദെൻ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അടുത്തത് സർപ്ലസ് എഴുതാം. സർപ്ലസ് എഴുതുമ്പോൾ ശ്രദ്ധിക്കുക, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ഉണ്ടെങ്കിൽ അത് ആദ്യം എടുത്ത് എഴുതിയിട്ട് അതിനോട് കൂടി ന്യൂ പ്രോഫിറ്റ് നിങ്ങൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ദെൻ ഇന്ററിൻ ഡിവിഡൻഡോ അങ്ങനെ എന്തെങ്കിലും ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, പ്രപ്പോസൽ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം? ലെസ് ചെയ്യുകയും വേണം. അതേപോലെ തന്നെ റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ലെസ് ചെയ്ത് കാണിക്കണം. CDT കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്ത് കാണിക്കണം. അത് കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ക്വസ്റ്റ്യനിൽ കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് ഇഗ്നോർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നമുക്ക് സർപ്ലസിൽ ഏത് എഴുതാം? കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് ആസ് ഓൺ എന്നത് 1/4/2018. 1/4/2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് എവിടെയാണ് തന്നിട്ടുള്ളത്? ഇതാ ഇവിടെ തന്നിട്ടുണ്ട്. 1/4/2018 പ്രോഫിറ്റ് ആൻഡ് ലോസ് എത്രയാ? 35,000 എന്ന് തന്നിട്ടുണ്ട്. അത് നമ്മൾ റിസർവ് ആൻഡ് സർപ്ലസിന്റെ അവിടെ എഴുതണം. റിസർവ് ആൻഡ് സർപ്ലസിന്റെ അവിടെ എത്ര കൊണ്ടുപോയി എഴുതണം? 35,000 എന്ന് എഴുതണം. 1/4/2018 ദെൻ സർപ്ലസ് എഴുതണം. എത്രയാണ് സർപ്ലസ് എഴുതിയുള്ളത്? പ്രോഫിറ്റ് ആൻഡ് ലോസ് 35,000 എന്നാണ് എഴുതിയുള്ളത് അല്ലെ? 35,000 തന്നെ അല്ലേ? 35,000 എന്നാണ് എഴുതിയിട്ടുള്ളത്. $2,62,500 എന്നുണ്ട് പുതിയ പ്രോഫിറ്റ്. 35,000 എന്നല്ല, സോറി, 35,000 ബാഡ് ഡെപ്റ്റ് ആയിരുന്നു. ഇവിടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, കഴിഞ്ഞ വർഷത്തെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് എഴുതേണ്ടത് പിന്നെ 2,62,500 എന്നാണ്. 2,62,500 എന്നാണ്, സോറി, 2,62,500 എന്നാണ്. അപ്പോൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2,62,500. അതിനോട് കൂടി ന്യൂ പ്രോഫിറ്റ് ആഡ് ചെയ്യുക. പ്രോഫിറ്റ് ആൻഡ് ലോസ് ഓൺ 1/4/2019. 1/4/2019 നമ്മൾ മുകളിൽ കണ്ടുവച്ചിട്ടുണ്ട്. മുകളിൽ കണ്ടുവച്ച എമൗണ്ട് 1,80,000. നമ്മുടെ പുതിയ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, നമ്മൾ ഇന്ന് ചെയ്ത പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 1,80,000. അതിന്ന് നമ്മൾ എന്ത് ലെസ് ചെയ്യണം? റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. റിസർവിലേക്ക് ട്രാൻസ്ഫർ ചെയ്തില്ല. ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ലെസ് ചെയ്യണം. നമ്മളെ ക്വസ്റ്റ്യനിൽ ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തതായിട്ട് പറയുന്നുണ്ട്. എത്ര ഡെബിറ്റ് സൈഡിൽ അത് കിടക്കണം? ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തതായിട്ട് എത്രയാണ് ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തതായിട്ട് പറയുന്നത്? ഇന്ററിൻ ഡിവിഡൻഡ് കൊടുത്തത് 3,92,500. 3,92,500 രൂപ കൊടുത്തിട്ടുണ്ട്. 3,92,500 രൂപ കൊടുത്തിട്ടുണ്ട്. ഇനി റിസർവിലേക്ക് കൊടുത്ത് എഴുതണം. പ്രൊപ്പോസഡ് ഡിവിഡൻഡ് കൊടുത്ത് എഴുതണം. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്ത് എഴുതണം. കോർപ്പറേറ്റ് ഡിവിഡൻഡ് ടാക്സ് കൊടുത്തിട്ടില്ല, കൊടുക്കണ്ടെന്നാ പറഞ്ഞത്, ഇഗ്നോർ ചെയ്യാനാ പറഞ്ഞിട്ടുള്ളത്. എന്നിട്ട് ഇത് എല്ലാം കൂടിയും കൂട്ടിയിട്ട് അതിന്റെ കൂട്ടത്തിൽ കൂട്ടുക. അപ്പൊ 50,000 എന്ന് കിട്ടും. 50,000 ഇത് രണ്ടും കൂടി കൂട്ടിയാൽ നമുക്ക് 3 ലക്ഷം എന്ന് കിട്ടും. 2,50,000 50,000 കൂടി കൂട്ടിയാൽ 3 ലക്ഷം എന്ന് കിട്ടും. ആ 3 ലക്ഷം നമ്മൾ ഇങ്ങോട്ട് എടുത്ത് എഴുതാം. അതർ ഇക്വിറ്റിയിൽ എത്രയാ? 3 ലക്ഷം. ഓക്കെ, അപ്പൊ നമുക്കിനി അടുത്തത് ലയബിലിറ്റി ആണ് നോക്കേണ്ടത്. ലയബിലിറ്റി സൈഡിൽ ഫസ്റ്റ് എഴുതേണ്ടത് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ് അടുത്തത് എഴുതേണ്ടത്. അടുത്ത് ഫിനാൻഷ്യൽ ലയബിലിറ്റി ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ആദ്യം എഴുതേണ്ടത് ബോറോയിങ്സ് ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ആദ്യം എഴുതേണ്ടത് ബോറോയിങ്. ഏതൊക്കെ ബോറോയിങ്സ് ആണ് എഴുതേണ്ടത്?
പിന്നെ ഡിബഞ്ചേഴ്സ് പോലത്തെ, പിന്നെ അതേപോലെ തന്നെ ഡിബഞ്ചേഴ്സ്, ലോൺസ്, ലോങ് ടൈം ലോൺസ്, ഡിബഞ്ചേഴ്സ്, അതേപോലെ തന്നെ പിന്നെ ലോണുകൾ, ഡിബഞ്ചേഴ്സ്, ബോൺസ്, ഇവയൊക്കെയാണ് ഇവിടെ കാണിക്കേണ്ടത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം ബോറോയിങ്സ് ഉണ്ട്, ലോൺ ഫിനാൻഷ്യൽ ലയബിലിറ്റീസിൽ ബോറോയിങ്സ് ഉണ്ട്. അതുകൊണ്ട് അടുത്തതാക്കിയിട്ട് നോട്ടായിട്ട് 8ാമത്തെ നോട്ടാക്കിയിട്ട് നമുക്ക് എന്ത് എഴുതാം? ബോറോയിങ്സ് എന്ന് പറഞ്ഞ് എഴുതാം. ബോറോയിങ്സ്. ഓക്കെ, ബോറോയിങ്സ് എന്ന് പറഞ്ഞ് എഴുതാം. നമ്മൾ ബോറോയിങ്സിൽ ഏതൊക്കെയുള്ളത്? ഡിബഞ്ചേഴ്സും ഉണ്ട്, ദെൻ ലോണുണ്ട്, 12% ഡിബഞ്ചറും ഉണ്ട്, ദെൻ ലോണുണ്ട്. ഇത് 2 ബോറോയിങ്സ് ആണ്. ഡിബഞ്ചർ, ബോണ്ട്, അതേപോലത്തെ 12 മാസത്തിൽ കൂടുതലുള്ളതാണ് ഇവിടെ എഴുതുക. അപ്പോൾ ഡിബഞ്ചർ ഫിനാൻഷ്യൽ നോൺ കറന്റ് ലയബിലിറ്റി എന്ന് പറഞ്ഞാൽ തന്നെ 12 മാസത്തിൽ കൂടുതലുള്ളതാണ്. അപ്പോൾ ബോറോയിങ്സ് എത്രയുണ്ട് എന്ന് നമുക്ക് നോക്കാം. ബോറോയിങ്സ് ലോൺ എത്രയാണ്? ഡിബഞ്ചർ 30 ലക്ഷമാണ്. ഡിബഞ്ചർ 30 ലക്ഷം. ദെൻ മറ്റത് 4,10,000 എന്നാണ്. രണ്ടും കൂടി കൂട്ടിയാൽ 34,10,000 എന്ന് കിട്ടും. ആ എമൗണ്ട് നമുക്ക് അങ്ങോട്ട് എടുത്തെഴുതാം. 34,10,000. ഓക്കെ, 34,10,000. ദെൻ ബോറോയിങ്സ് കഴിഞ്ഞാൽ അടുത്തത് എഴുതേണ്ടത്, ഫിനാൻഷ്യൽ അസറ്റിൽ പിന്നെ എഴുതേണ്ട സംഗതി ട്രേഡ് പേയബിൾ ആണ്. ബി ആയിട്ട് എഴുതേണ്ട ട്രേഡ് പേയബിൾ എന്ന് പറഞ്ഞാൽ സൺട്രി ക്രെഡിറ്റേഴ്സും ബിൽസ് പേയബിളും ആണ് 12 മാസത്തിൽ കൂടുതലുള്ളത്. അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. ക്വസ്റ്റ്യനിൽ സൺട്രി ക്രെഡിറ്റേഴ്സ് എന്നുണ്ട്, പക്ഷെ അത് എന്താണ്? നോൺ കറന്റ് അല്ല, അത് കറന്റ് ലയബിലിറ്റി ആയിട്ട് എഴുതേണ്ടി വരും. ദെൻ ലയബിലിറ്റിയിൽ നോൺ കറന്റ് ലയബിലിറ്റിയാണ് നമ്മൾ എഴുതിക്കൊണ്ടിരിക്കുന്നത് ലയബിലിറ്റിയിൽ. ദെൻ നോൺ ലയബിലിറ്റി സൈഡിൽ നോൺ കറന്റ് ലയബിലിറ്റിയാണ് കേട്ടോ. നോൺ കറന്റ് ലയബിലിറ്റിയാണ് എഴുതിക്കൊണ്ടിരിക്കുന്നത്. നോൺ കറന്റ് അതിൽ നോൺ ഫിനാൻഷ്യൽ ലയബിലിറ്റി എഴുതി, ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ബോറോയിങ് എഴുതി, ട്രേഡ് പേയബിൾ എഴുതി. ഇനി അതർ ഫിനാൻഷ്യൽ അസറ്റുകളാണ് എഴുതേണ്ടത്. അതർ ഫിനാൻഷ്യൽ അസറ്റുകൾ, മറ്റ് ഫിനാൻഷ്യൽ അസറ്റ് അതുമില്ല. ഓക്കെ, ഇത് രണ്ടും ഇല്ല. അപ്പോൾ അത് നമുക്ക് ഒഴിവാക്കാം. ദെൻ രണ്ടാമത് എഴുതേണ്ടത് പ്രൊവിഷൻസ് ആണ്. രണ്ടാമത് എഴുതേണ്ടത് എന്താണ്? പ്രൊവിഷൻസ് ആണ്. പ്രൊവിഷൻസ് നമ്മളിൽ ഇല്ല, പ്രൊവിഷൻസ് ആണ് പിന്നെ എഴുതേണ്ടത്. ബി ആയിട്ട് എഴുതേണ്ടത് പ്രൊവിഷൻസ് ആണ്. രണ്ടാമത്തത് പ്രൊവിഷൻ നോൺ കറന്റിലെ പ്രൊവിഷൻ ആണ്. അങ്ങനത്തെ പ്രൊവിഷൻ പിന്നെ വല്ല അഡ്വാൻസ് കിട്ടിയതോ മറ്റുള്ള കാര്യങ്ങളാണ് എഴുതേണ്ടത്. അത് 12 മാസത്തിൽ കൂടുതൽ അതില്ല. പിന്നെ ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി ആണ് എഴുതേണ്ടത്. ഡെഫേർഡ് ടാക്സ് ലയബിലിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു. എന്താണ്? നമ്മൾ കണ്ടെത്തിയ പിന്നെ വരുമാനവും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് എഴുതേണ്ടത്. അതിൽ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് കൊടുത്ത വരുമാനം ചെറുതും ഇൻകം ടാക്സ് കണ്ടെത്തിയ വരുമാനം വലുതുമാണ് എന്നുണ്ടെങ്കിൽ ആ വ്യത്യാസമാണ് നമ്മളിവിടെ ഡെഫേർഡ് ടാക്സ് ആയിട്ട് എഴുതേണ്ടത്. ദെൻ അത് കഴിഞ്ഞതിന് ശേഷം എഴുതേണ്ടത് അതർ നോൺ കറന്റ് അസറ്റ് ആണ്. മറ്റ് നോൺ കറന്റ് അസറ്റ്, പ്രൊവിഷൻസ് പോലെയുള്ള മറ്റ് നോൺ കറന്റ് അസറ്റ്, നോൺ കറന്റ് ലയബിലിറ്റി ആണ്. അതും ഇവിടെ ഇല്ല. നമ്മുടെ ക്വസ്റ്റ്യനെ സംബന്ധിച്ചിടത്തോളം അതും ഇല്ല. അപ്പോൾ അതും നമ്മൾ എഴുതേണ്ട ആവശ്യം ഇല്ല. ഇനി നമുക്ക് പിന്നെ ഇതിൽ നോൺ കറന്റ് ലയബിലിറ്റി ആണ്. മൂന്നാമത്തത് നമുക്ക് ബി ആയിട്ട് എന്ത് എഴുതാം? കറന്റ് ലയബിലിറ്റി എഴുതാം. കറന്റ് ലയബിലിറ്റിയിൽ ഏതൊക്കെയാണ് വരിക? കറന്റ് ലയബിലിറ്റിയിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് ഫിനാൻസിന്റെ പ്രത്യേകത എന്താ? 12 മാസത്തിന് താഴെ ആയിരിക്കും. അതിൽ ഫസ്റ്റ് വൺ ഫിനാൻഷ്യൽ ലയബിലിറ്റി. ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ആദ്യം എഴുതേണ്ടത് ബോറോയിങ്സ് ആണ്. ഫസ്റ്റ് എഴുതേണ്ടത് എന്താണ്? ബോറോയിങ്സ് ആണ്. ബോറോയിങ്സ് പറഞ്ഞാൽ 12 മാസത്തിൽ താഴെയുള്ള ബോറോയിങ്സ്, ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് പോലെയുള്ള സാധനങ്ങൾ അതില്ല. ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് നമ്മളെ ക്വസ്റ്റ്യനിലില്ല. ദെൻ രണ്ടാമത് എഴുതേണ്ടത് ട്രേഡ് പേയബിൾ. നമ്മളത് ഒഴിവാക്കി. പിന്നെ എഴുതേണ്ടത് ട്രേഡ് പേയബിൾ ആണ്. ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ ട്രേഡ് പേയബിളിലാണ് നമ്മൾ എന്ത് എഴുതേണ്ടത്? സൺട്രി ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ പോലെയുള്ളത് എഴുതേണ്ടത്. നമ്മളെ ക്വസ്റ്റ്യനിൽ ട്രേഡ് പേയബിൾ ഉണ്ട്. എത്രയാ ട്രേഡ് പേയബിൾ? നമ്മളെ ക്വസ്റ്റ്യനിൽ ട്രേഡ് പേയബിൾ സൺട്രി ക്രെഡിറ്റേഴ്സ് മാത്രമേ ഉണ്ട്. 3,60,000. ക്വസ്റ്റ്യനിൽ നോക്കുക, 3,60,000 എന്ന് ട്രേഡ് പേയബിൾ. അഥവാ ഇവിടെ എഴുതേണ്ടത് എന്താണ്? സൺട്രി ക്രെഡിറ്റേഴ്സ് ആണ്. ഓക്കെ, ദെൻ ട്രേഡ് പേയബിൾ കഴിഞ്ഞാൽ പിന്നെ അടുത്തത് എഴുതേണ്ടത് അതർ കറന്റ് ലയബിലിറ്റീസ് ആണ്. അതർ കറന്റ് ലയബിലിറ്റീസ്. ഇതിൽ രണ്ടാമത്തത് അതർ കറന്റ് ലയബിലിറ്റി നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ട്. അഥവാ ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ് പോലെയുള്ള കാര്യങ്ങളാണ് അവിടെ എഴുതേണ്ടത്. ഔട്ട്സ്റ്റാൻഡിങ് എക്സ്പെൻസ്, ഇൻകം റിസീവ്ഡ് ഇൻ അഡ്വാൻസ് പോലെയുള്ള കാര്യങ്ങളാണ് അതർ കറന്റ് ലയബിലിറ്റി. അപ്പോൾ നമുക്ക് അതർ കറന്റ് ലയബിലിറ്റി നമ്മളെ ക്വസ്റ്റ്യനിൽ ഉണ്ട്. അപ്പോൾ നമുക്ക് 9 എന്ന് പറഞ്ഞിട്ട് എഴുതാം. എന്ത്? അതർ കറന്റ് ലയബിലിറ്റി. അതിൽ നമുക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് ഉണ്ട്, അതർ കറന്റ് ലയബിലിറ്റിയിൽ കിടക്കുന്നു. ഒരു ഔട്ട്സ്റ്റാൻഡിങ് കിടക്കുന്നുണ്ട്. ദെൻ അതർ കറന്റ് ലയബിലിറ്റിയിൽ നമുക്ക് ഒരു ഔട്ട്സ്റ്റാൻഡിങ് എമൗണ്ട് കിടക്കുന്നുണ്ട്. ഏതാ? ഡിബഞ്ചർ ഇൻട്രസ്റ്റ് ഔട്ട്സ്റ്റാൻഡിങ്.
മറ്റ് വേജസോ മറ്റുള്ള കാര്യങ്ങളൊന്നും ഔട്ട്സ്റ്റാൻഡിങ് ഇല്ല. എത്ര രൂപയാണ്? 1,80,000. ആ 1,80,000 നമുക്ക് ഇങ്ങോട്ട് എടുത്തെഴുതാം. 1,80,000, വേറെ ഒന്നുമില്ല. 1,80,000. ദെൻ അടുത്തത് എഴുതേണ്ടത് അതർ കറന്റ് ലയബിലിറ്റി. അതാണ്, ഇത്രയാണ് കറന്റ് ലയബിലിറ്റിയിൽ ഫിനാൻഷ്യൽ ലയബിലിറ്റിയിൽ എഴുതാനുള്ളത്. ദെൻ നെക്സ്റ്റ് പ്രൊവിഷൻ. അടുത്ത് എഴുതേണ്ടത് എന്താണ്? പ്രൊവിഷൻ. അതർ കറന്റ് ലയബിലിറ്റി എഴുതി. ദെൻ അതർ കറന്റ് ലയബിലിറ്റി, സോറി ഇത് ബി ആണ് അതർ കറന്റ് ലയബിലിറ്റി. ഇനി സി എഴുതേണ്ടത് പ്രൊവിഷൻ ആണ്. പ്രൊവിഷൻ എംപ്ലോയീസിന് കൊടുക്കുന്ന വല്ല പ്രൊവിഷനും, എംപ്ലോയി ബെനിഫിറ്റിന് വേണ്ടി കൊടുക്കുന്ന പ്രൊവിഷൻ, ഇൻകം ടാക്സ് മുതലായതാണ് ഇവിടെ എഴുതേണ്ടത്. അപ്പൊ ഇൻകം ടാക്സ് ഇവിടെ ഉണ്ട്, ഇൻകം ടാക്സ് നമുക്ക് ഇവിടെ ഉണ്ട്. എത്ര പ്രൊവിഷൻ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. എത്ര ഇൻകം ടാക്സ്? 1,80,000 രൂപ ഇൻകം ടാക്സ് കൊടുത്തിട്ടുണ്ട്. അതാണ് പ്രൊവിഷനിൽ നിങ്ങൾ എഴുതേണ്ടത്. ഇൻകം ടാക്സ് പെയ്ഡ് ചെയ്തൊക്കെ എഴുതേണ്ടത്, പ്രൊവിഷൻ ഫോർ ഇൻകം ടാക്സ് ഒക്കെ എഴുതേണ്ടത് ഇവിടെയാണ്, 1,80,000. ഓക്കെ. പിന്നെ അവസാനം എഴുതേണ്ടത് കറന്റ് ടാക്സ് ലയബിലിറ്റി ആണ്. കറന്റ് ടാക്സ് ലയബിലിറ്റിയിൽ നമ്മൾ എഴുതേണ്ടത് ഒരു കാര്യമാണെന്ത്, നമ്മൾ കൊടുത്ത ആക്ച്വൽ ഇൻകം ടാക്സ് കുറവും നമ്മുടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് നമുക്ക് തന്ന ഇൻകം ടാക്സ് കൂടുതലുമാണെങ്കിൽ ആ വ്യത്യാസം എഴുതാനുള്ളതാണ് ഇവിടെ. ഓക്കെ. ഇനി നമുക്ക് ലയബിലിറ്റി സൈഡ് മുഴുവനായി. ലയബിലിറ്റി സൈഡ് നമുക്ക് എന്ത് ചെയ്യാം? കൂട്ടി നോക്കാം. കൂട്ടി നോക്കുമ്പോൾ നമുക്ക് കിട്ടുക ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി എന്നാണ് എഴുതേണ്ടത്. ടോട്ടൽ ഇക്വിറ്റി ആൻഡ് ലയബിലിറ്റി നമുക്ക് കിട്ടുന്നത് 84,30,000 എന്ന് തന്നെയാണ്. അസറ്റ് സൈഡ് നമുക്ക് നേരത്തെ കിട്ടിയ 84,30,000. ദെൻ ലയബിലിറ്റി സൈഡ് 84,30,000. അപ്പൊ അസറ്റ് സൈഡും ലയബിലിറ്റി സൈഡും ഈക്വലായി. ഇങ്ങനെയാണ് സ്റ്റേറ്റ്മെന്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസും സ്റ്റേറ്റ്മെന്റ് ഓഫ് ബാലൻസ് ഷീറ്റും ചെയ്യാം. ഇത്രയും സീരീസ് ഓഫ് സ്റ്റെപ്സുകളുണ്ട്. ഇവർ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം. നോട്ട്സ് എഴുതുന്നത് പ്രോഫിറ്റ് ആൻഡ് ലോസിന്റെ നോട്ട്സ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ചെയ്യാനുള്ള സ്ഥലം വിട്ട് അതിന്റെ ശേഷം താഴെ ആയിരിക്കണം. ബാലൻസ് ഷീറ്റ് എഴുതേണ്ടത് ബാലൻസ് ഷീറ്റ് വരച്ച് അതിന്റെ താഴെ സ്ഥലം വിട്ടിട്ട് താഴെ ആയിരിക്കണം എഴുതേണ്ടത്. ഇത്രയും ഒരു സീരീസ് ഓഫ് സ്റ്റെപ്പ് അവർ പറയുന്ന രീതിയിൽ ഫോളോ ചെയ്താൽ മാത്രമേ ഇത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ.